ഇന്ന് കേരളത്തിലുള്ള എല്ലാ എട്ടെക് കമ്പനീനേക്കാളും പ്രൈസ്ഡ് തന്നെയാണ് ഇന്റർവെൽ. അതിൽ മാറ്റമൊന്നുമില്ല. ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ഇല്ല എന്നുണ്ടെങ്കിൽ ബിസിനസ് നിങ്ങൾ എത്ര ഗ്രോ ചെയ്ത് കഴിഞ്ഞാലും ഒരു പോയിന്റിൽ നിങ്ങൾക്ക് അത് ബാക്ക് ഫയർ ചെയ്യും. ഫൗണ്ടേഴ്സ് എത്ര സ്കില്ലുള്ളവരായാലും എത്ര ഫണ്ട് നമുക്ക് ക്യാപിറ്റൽ ഉണ്ട് എന്നുണ്ടെങ്കിലും നമുക്കൊരു ഹൈ പെർഫോമിംഗ് ഹൈ ടാലന്റൻസർ ആയിട്ടുള്ള ഒരു ടീം ഇല്ല എന്നുണ്ടെങ്കിൽ കമ്പനി സ്കെയിൽ ചെയ്യാൻ കഴിയും. പ്രൊഡക്റ്റ് ഡൈവേഴ്സിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ പ്രൊഡക്ട്സിൽ എവല്യൂഷൻ സംഭവിച്ചിട്ടില്ലെങ്കിൽ കമ്പനി പൊട്ടും. 99% ഇൻവെസ്റ്റേഴ്സിനെയും എനിക്ക് ഇതിന്റെ സ്കെയിലബിലിറ്റി കൺവിൻസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാനൊരു കല്യാണ വീട്ടിൽ പോയ സമയത്ത് ഒരു പാരന്റ് എന്റെ കയ്യിൽ പിടിച്ചിട്ട് അവിടുന്ന് എന്നെ കണ്ടു, ഞാൻ ഇന്ന ആളാണെന്ന് മനസ്സിലാക്കിയപ്പോൾ എന്റെ കയ്യിൽ പിടിച്ചിട്ട് ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. വിന്ററിൽ ഒരുപാട് അച്ചീവ്മെന്റ്സ് കിട്ടിയിട്ടുണ്ട്. എല്ലാം ഓർഗാനിക്കാണ്. നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിയതല്ല ഇതൊന്നും. ഇപ്പൊ മിനിസ്റ്റേഴ്സ് പറയുന്നതാവട്ടെ, അത് യൂണിയൻ മിനിസ്റ്റേഴ്സ് ആവട്ടെ, സ്റ്റേറ്റ് മിനിസ്റ്റേഴ്സ് ആവട്ടെ, ശരിക്ക് ഒരു കമ്പനി റൺ ചെയ്യുന്നത് ഒരു CEO അല്ല, കമ്പനി റൺ ചെയ്യുന്നത് CFO. നല്ലൊരു CFO ഉണ്ട് എന്നുണ്ടെങ്കിൽ കമ്പനി ഭയങ്കര അടിപൊളിയായിട്ട് റൺ ആയി പോകും. നമുക്ക് പല സമയത്തും ഞങ്ങളുടെ ബ്രാൻഡിനോട് ചിലർക്കൊക്കെ ദേഷ്യം തോന്നുന്നതിന്റെ റീസൺ ഒക്കെ ഇതാ. ബേബി ഷെഫ് എന്ന് പറഞ്ഞൊരു കോഴ്സ് ഉണ്ട്. നമ്മൾ കൾണറി ആർട്സ് കുക്കിംഗ് പഠിപ്പിക്കും, നോൺ ഫ്ലെയിം കുക്കിംഗ്. അത് നമ്മൾ 2.5 വയസ്സ് മുതൽ 6.5 വയസ്സ് വരെയുള്ള കുട്ടികൾ അത് പഠിപ്പിക്കുന്നുണ്ട്. ഞങ്ങൾ എപ്പോഴും കസ്റ്റമേഴ്സിന് അറ്റ്മോസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുകയും അവർക്ക് റെസ്പെക്ട് കൊടുക്കുകയും ആ കസ്റ്റമേഴ്സിന്റെ സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു നമുക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ്. ഈ എട്ടെക് ബൂം വന്നൊരു സമയത്ത്, കോവിഡ് പാൻഡമിക് സമയത്ത് ഞങ്ങൾക്ക് ഒരു റവന്യൂ ഗ്രോത്ത് ഉണ്ടായിട്ടില്ല. ഞങ്ങൾക്ക് ആ സമയത്ത് ഫണ്ട് റേസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. കേരളത്തിലെ ഒരു എട്ടെക് സ്റ്റാർട്ടപ്പ് രാജ്യപ്രശസ്തമാകുകയും ലോകത്തിന്റെ നെറുകയിലെത്തുകയും ഏകദേശം 60ഓളം രാജ്യങ്ങളിലേക്ക് എക്സ്പാൻഡ് ചെയ്യുകയും നമ്മളുടെ കേരളത്തിന് തന്നെ ഒരു ഗ്രേറ്റസ്റ്റ് റെക്കഗ്നിഷനായി മാറിയ ഇന്റർവെൽ ലേണിംഗിന്റെ ഫൗണ്ടറാണ് ഇന്ന് നമ്മളിവിടെ ഫിൻസീരീസിൽ ജോയിൻ ചെയ്യുന്നത്. ഹായ് രമേശ്, വെൽക്കം ടു ഫിൻസീരീസ്. താങ്ക് യു സോ മച്ച്. ഇന്നിപ്പം ഈ ഒരു സ്റ്റാർട്ടപ്പ് ലോകത്ത് പ്രത്യേകിച്ച് എട്ടെക് കമ്പനീൻ്റെ നോക്കുകയാണെങ്കിൽ എല്ലാവരും വളർച്ചയുടെ അല്ലെങ്കിൽ ഗ്രോത്തിൻ്റെ പിന്നാലെ ഒരു ഓട്ടത്തിനാണ്. സ്കെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ ഫണ്ടിങ് ഉയർത്താനൊക്കെ വേണ്ടിയിട്ട്. ഈവൻ നമ്മളുടെ ഇപ്പം നിലവിൽ ഒരുപാട് എക്സാമ്പിൾസും ഉണ്ട്. വളർച്ചേൻ്റെ പിന്നിൽ പോയിട്ട് ഒരു നല്ലൊരു ബൂം കിട്ടി അതിന് ശേഷം സസ്റ്റെയിൻ ചെയ്യാൻ പറ്റാണ്ട് തകർന്നു പോയ ഒരുപാട് ബിസിനസ്സുകളുണ്ട്. അവിടെ ശരിക്കും ഇന്റർവെൽ ലേണിംഗ് എങ്ങനെയാണ് ഡിഫറെൻ്റ് ആവുന്നത്? അതായത് സസ്റ്റൈനബിലിറ്റിയും ഗ്രോത്തും എങ്ങനെയാണ് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നത്? ഈ ഗ്രോത്ത് ആയി കഴിഞ്ഞാലും സസ്റ്റൈനബിലിറ്റി ആയി കഴിഞ്ഞാൽ ഇതിന് രണ്ടിനും ഓരോ ഫൗണ്ടേഴ്സിന്റെയും ഡെഫിനിഷൻ ഡിഫറെൻ്റാണ്. അപ്പം എന്നെ സംബന്ധിച്ച് വാട്ട് ഈസ് സസ്റ്റൈനബിലിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കൂടുതൽ നമ്പേഴ്സിന് ഡിപ്പെൻഡ് ചെയ്തല്ല, അല്ലെങ്കിൽ പ്രോഫിറ്റബിലിറ്റി അല്ല എന്നെ സംബന്ധിച്ച് സസ്റ്റൈനബിലിറ്റി. സോ സസ്റ്റൈനബിലിറ്റി ഈസ് ഡയറക്ട്ലി ഐ വുഡ് റിലേറ്റ് ടു റിട്ടൻഷൻ. റിട്ടൻഷനാണ് എനിക്ക് സസ്റ്റൈനബിലിറ്റി. അപ്പോൾ റിട്ടൻഷൻ ഓഫ് വാട്ട്? റിട്ടൻഷൻ ഓഫ് കസ്റ്റമേഴ്സ്, റിട്ടൻഷൻ ഓഫ് ടീം മെമ്പേഴ്സ്, ഓർ റിട്ടൻഷൻ ഓഫ് വാല്യൂസ്. ഈ 3 കാര്യങ്ങൾ റീറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എൻ്റെ ബിസിനസ് സസ്റ്റൈനബിൾ ആണ്. അല്ലെങ്കിൽ ഒരു ബിസിനസ്സിന് ഇത് 3 റിറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവർ സസ്റ്റൈനബിൾ ആണ് എന്നുള്ളതാണ് എൻ്റെ കൈൻഡ് ഓഫ് ഡെഫിനിഷൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇനീഷ്യലി മുതലേ ഇന്റർവെലിൻ്റെ ഏർലി സ്റ്റേജ് മുതലേ ഞങ്ങൾ എപ്പോഴും കസ്റ്റമേഴ്സിന് അറ്റ്മോസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുകയും അവർക്ക് റെസ്പെക്ട് കൊടുക്കുകയും ആ കസ്റ്റമേഴ്സിൻ്റെ സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു നമുക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കസ്റ്റമേഴ്സിനെ റീറ്റെയിൻ ചെയ്യാൻ ഭയങ്കര ഈസി ആയിരുന്നു. പിന്നെ നമ്മുടെ ടീം മെമ്പേഴ്സ് എല്ലാം നമ്മുടെ സർക്കിൾ ലെവലായിരുന്നു ഒരു സമയത്ത്. പിന്നീട് നമുക്ക് കേരളത്തിൻ്റെ പല ഭാഗത്തുനിന്നും ഇന്ത്യയുടെ പല ഭാഗത്തുനിന്നും നമുക്ക് അരീക്കോടാണ് ഞങ്ങളുടെ കോർപ്പറേറ്റ് ഓഫീസ് ഉള്ളത്. അവിടെ എംപ്ലോയീസ് ഒന്ന് വർക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പം നമ്മളൊരു കൾച്ചർ ബിൽഡ് ചെയ്യുക ചെയ്തത്. അപ്പം നമുക്കൊരു സമയത്തുണ്ടായിട്ടുള്ള റിയലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ഡോണ്ട് ഡിസൈൻ അവർ ഓൺ കൾച്ചർ. അവിടെ ആ ഒരു ഏരിയയിൽ സ്വന്തമായിട്ടൊരു കൾച്ചർ ഡെവലപ്പ് ആവും. ഞങ്ങളത് എക്സ്പീരിയൻസ് ചെയ്ത് വരാം. ഞങ്ങളുടെ ഓഫീസിൽ ഞങ്ങൾ കൾച്ചർ ഡിസൈൻ ചെയ്യുന്നതിന് മുന്നേ തന്നെ അവിടെ ഒരു കൾച്ചർ ബിൽഡായി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വേണ്ടത് ആ കൾച്ചർ അല്ല എന്നുള്ളത് കൊണ്ട് നമ്മളൊരു കൾച്ചർ ഡിസൈൻ ചെയ്തു. അപ്പോൾ ഇന്ന് അതാണ് ഇന്റർവെലിന്റെ കൾച്ചർ. അതുകൊണ്ട് നമുക്ക് എംപ്ലോയീസിനെ റീറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ വാല്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ സെവറൽ ഫാക്ടേഴ്സ്. നമ്മൾ ജീവിച്ച് വളർന്ന സാഹചര്യങ്ങൾ, നമ്മൾ കണ്ടിട്ടുള്ള മനുഷ്യന്മാർ, നമ്മൾ കൂടെയുള്ള മനുഷ്യന്മാർ, ഇതൊക്കെ ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ ആ വാല്യൂസും നമുക്ക് ഇൻബിൽട്ട് ആയിട്ട് ഉണ്ടായിരുന്നു എന്തെല്ലോ കാരണങ്ങൾ കൊണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ റീറ്റെയിൻ ചെയ്യാനും വേണ്ടിയിട്ട് നമ്മൾ ടോപ്പ് മോസ്റ്റ് പ്രയോറിറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ബിസിനസ് സസ്റ്റൈനബിൾ ആയി ഇൻ ടേംസ് ഓഫ് നമ്പേഴ്സ്. നമുക്ക് റിട്ടൻഷൻ കൂടിയത് കൊണ്ട് തന്നെ നമുക്ക് അക്വിസിഷൻ അത്രയും കൂടുതൽ വേണ്ടി വന്നില്ല. കുറച്ചുകൂടെ പ്രിസൈസ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും അക്വിസിഷൻ കോസ്റ്റ് റിട്ടൻഷൻ കോസ്റ്റിനേക്കാളും കൂടുതലാണ് ഇൻ ടേംസ് ഓഫ് കസ്റ്റമേഴ്സിനെ റീറ്റെയിൻ ചെയ്യുന്നതാണ് ഏറ്റവും ഈസി. അപ്പം നമുക്ക് അങ്ങനെ കൂടുതൽ റിട്ടൻഷൻ വന്നു, കൂടുതൽ റെഫറൽസ് വന്നു. അതുകൊണ്ട് ഞങ്ങളുടെ നമ്പേഴ്സിൽ നല്ല ഗ്രോത്ത് ഉണ്ടായിരുന്നു. ഇൻ ടേംസ് ഓഫ് റവന്യൂ ആയി കഴിഞ്ഞാൽ, ഇൻ ടേംസ് ഓഫ് കസ്റ്റമേഴ്സ് ആയി കഴിഞ്ഞാലും നല്ല ഹോക്കിസ്റ്റിക് ഗ്രോത്ത് ഞങ്ങളുടെ നമ്പേഴ്സിൽ ഉണ്ടായിരുന്നു. അപ്പം ആക്ച്വലി ഇത് ഗ്രോത്ത് അറ്റ് എനി കോസ്റ്റ് എന്നല്ല, വി വർ ഫോക്കസിങ് ഓൺ സസ്റ്റൈനബിലിറ്റി. അപ്പോൾ സസ്റ്റൈനബിലിറ്റിന്റെ മേ ബി ബേസിക് ഫൗണ്ടേഷൻസ് എല്ലാം കറക്റ്റ് ആയതുകൊണ്ടായിരിക്കും ഞങ്ങൾക്ക് നല്ല ഹെവി ഗ്രോത്ത് ഉണ്ടാവാനുള്ള റീസൺ. അപ്പം ഞങ്ങൾ അഗെയിൻ മറ്റൊരു റീസൺ ഞങ്ങൾ ബൂട്ട് സ്ട്രാപ്ഡ് ആയിരുന്നു എന്നുള്ളതാണ്. ഞങ്ങൾ ഒരുപാട് കാലം ബൂട്ട് സ്ട്രാപ്ഡ് ആയിരുന്നു. വെരി റീസെൻ്റ്ലി മീൻസ് ഒരു 1.5 years മുന്നേ മാത്രമാണ് ഞങ്ങൾ ഒരു ഏഞ്ചൽ റൗണ്ട് ചെയ്തത്. പിന്നീട് ഞങ്ങൾ ഫണ്ട് റേസ് ചെയ്തിട്ടുമില്ല.
അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ആ ഒരു ഇൻവെസ്റ്റർ പ്രഷർ ഇല്ലായിരുന്നു ഗ്രോത്ത് അറ്റ് എനി കോസ്റ്റ് എന്നുള്ളത്. വി ഹാഡ് ഓൾ ദി പ്രിവിലേജ് ടു ഫോക്കസ് ഓൺ അവർ സസ്റ്റൈനബിലിറ്റി ഫാക്ടേഴ്സ്. അപ്പം മേ ബി അതുകൊണ്ടായിരിക്കാം ഗ്രോത്ത് ഭയങ്കര ഓർഗാനിക് ആയിരുന്നു ഞങ്ങൾക്ക്. അപ്പം ഗ്രോത്ത് അറ്റ് എനി കോസ്റ്റ് എന്നുള്ളൊരു കൈൻഡ് ഓഫ് സ്റ്റെഫ് ഞങ്ങൾ ഫോളോ ചെയ്തിട്ടില്ല. വി വർ ഓൾവേസ് ഫോക്കസിങ് ഓൺ സസ്റ്റൈനബിലിറ്റി. ഇപ്പോൾ ഈ പറഞ്ഞില്ലേ കൊറോണയുടെ ടൈമിലാണ് ആക്ച്വലി കൊറോണന് മുന്നേ സ്റ്റാർട്ട് ചെയ്തിരുന്നു ഓഫ്ലൈൻ ആയിട്ട്. അപ്പോൾ കൊറോണയ്ക്ക് ശേഷം ഒരുപാട് ഈ പറയുന്ന ഓഫ്ലൈൻ സെന്റേഴ്സ് അടച്ചു പൂട്ടേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ അതിനുശേഷം എട്ടെക് കമ്പനീനെ സംബന്ധിച്ചിടത്തോളം ഒരു ഭയങ്കര ബൂമിങ് ആയിരുന്നു. ഒരുപാട് ഹയറിങ് നടന്നു, ലൈക്ക് ഫണ്ടിങ് കുറേ വരാൻ തുടങ്ങി. ഇൻവെസ്റ്റേഴ്സ് ലൈക്ക് ദേ വർ വില്ലിങ് ടു ഇൻവെസ്റ്റ് ഇൻ പ്രോജക്ട്സ്, ഈ പ്രത്യേകിച്ച് എട്ടെക് സ്റ്റാർട്ടപ്പിലൊക്കെ. അപ്പം അവിടെ അതിനുശേഷം ഒരു വലിയൊരു ബൂം ഉണ്ടായി. പക്ഷേ കൊറോണ കഴിഞ്ഞതിന് ശേഷം ബാക്ക് ടു എല്ലാവരും സ്കൂൾ ആൻഡ് കോളേജസ്, അവിടെ ഒരു ഭയങ്കരമായിട്ടുള്ള ലേ ഓഫ് നടന്നു. അവിടെ ഒരുപാട് കമ്പനികൾ അടച്ചു പൂട്ടേണ്ടി വന്നു. മിക്കവരും സസ്റ്റെയിൻ ചെയ്യാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടി. പക്ഷെ അവിടെയും ഇന്റർവൽ ലേണിംഗ് എന്ന് പറയുന്ന ഒരു എട്ടെക് കമ്പനി പ്രോഫിറ്റബിൾ ആയിരുന്നു. എങ്ങനെയായിരുന്നു അത്? ഇപ്പൊ ഈ പറഞ്ഞ ഇത്രയും എട്ടെക് സ്റ്റാർട്ടപ്സും ഇന്റർവലും തമ്മിൽ ഒരുപാട് ഡിഫറൻസസ് ഉണ്ട്. അതിന്റെ ബേസിക് ഡിഫറൻസ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത പോയിന്റ് തന്നെയാണ്. ഈ എട്ടെക് ബൂം വന്നൊരു സമയത്ത്, കോവിഡ് പാൻഡമിക് സമയത്ത് ഞങ്ങൾക്ക് ഒരു റവന്യൂ ഗ്രോത്ത് ഉണ്ടായിട്ടില്ല. ആ സമയത്ത് ലിറ്ററലി ഞങ്ങൾ ഒരുപാട് മാസങ്ങൾ 0 റവന്യൂ വെച്ച് പോയിട്ടുണ്ട്. ഞങ്ങൾക്ക് ആ സമയത്ത് ഫണ്ട് റേസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പം വി വർ ആക്ച്വലി ലുക്കിംഗ് ഫോർ ഫണ്ട്സ്, വി വർ നോട്ട് ഏബിൾ ടു റേസ് ഫണ്ട്സ്. അതാണ് സത്യാവസ്ഥ. അപ്പൊ കോവിഡ് സമയത്തൊന്നും ഞങ്ങൾക്ക് ഫണ്ട് റേസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ആ സമയത്ത് ഞങ്ങൾക്ക് ഭയങ്കര റവന്യൂ ഗ്രോത്ത് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ ഇതിന്റെയൊക്കെ റീസൺ എന്താണെന്ന് ഞങ്ങൾ തന്നെ അനലൈസ് ചെയ്തപ്പം ഞങ്ങൾക്ക് മനസ്സിലായത്, ഞങ്ങൾ ആക്ച്വലി കോവിഡ് സമയത്ത് ഉണ്ടായിട്ടുള്ള ഒരു മാർക്കറ്റ് ഡൈനാമിക്സിലേക്കുള്ള പ്രൊഡക്ട്സ് ഒന്നും ഞങ്ങൾ ബിൽഡ് ചെയ്തിട്ടില്ലായിരുന്നു. അതുപോലെ തന്നെ ആ സമയത്ത് ഒരു ഹെവി മാർക്കറ്റിംഗ് ചെയ്ത് അപ്പോഴത്തെ ഒരു അവസരം മുതലാക്കാനുള്ള ഒരു ക്യാപിറ്റലും ഞങ്ങളുടെ കയ്യിലില്ലായിരുന്നു. ഇതായിരുന്നു സത്യാവസ്ഥ. അപ്പം വി വർ ഓൾവേസ് ഫോക്കസിങ് ഓൺ സോൾവിങ് പ്രോബ്ലംസ് ദാറ്റ് വർ ഫേസ്ഡ് ബൈ സ്റ്റുഡൻസ് ഇൻ ഫ്രണ്ട് ഓഫ് us. നമ്മളുടെ മുന്നിലുള്ള കസ്റ്റമേഴ്സിനെ അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിന്റെ പ്രോബ്ലംസ് അഡ്രസ്സ് ചെയ്യുന്നതിലായിരുന്നു ഫോക്കസ് ചെയ്തിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അത്തരം പ്രൊഡക്ട്സ് ആയിരുന്നു ബിൽഡ് ചെയ്തിരുന്നത്. ഈവൻ കോവിഡ് സമയത്ത് ബിൽഡ് ചെയ്ത പ്രൊഡക്ട്സ് ആയാൽ പോലും ഈ ലോക്ക്ഡൗൺ എത്ര കാലത്തേക്ക് ഉണ്ടാവും എന്നുള്ള അനിശ്ചിതത്വം നിലനിൽക്കെ ഞങ്ങൾ സ്കൂൾ റീഓപ്പണിംഗ് സിനാരിയോയിലേക്കാണ് ഞങ്ങൾ അധികം പ്രൊഡക്ട്സും ബിൽഡ് ചെയ്തത്. സ്കൂളെല്ലാം റീഓപ്പൺ ആവും. ആ സമയത്ത് കുട്ടികൾക്ക് എങ്ങനെ അക്കാഡമിക് പ്രോഗ്രസ് ഉണ്ടാക്കാം, ആ സമയത്ത് എങ്ങനെ കുട്ടികളെ നോൺ അക്കാഡമിക് കോഴ്സസ് വെച്ചിട്ട് എൻഗേജ് ചെയ്യിപ്പിക്കാം, ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ തോട്ട് പ്രോസസ്സ്. അത് ഞങ്ങളുടെ അറിവില്ലായ്മ ആയിരിക്കാം, അല്ലെങ്കിൽ ഞങ്ങളുടെ എക്സ്പോഷർ ഇല്ലായ്മ ആയിരിക്കാം. ബട്ട് വി വർ ആക്ച്വലി ഫോക്കസിങ് ഓൺ ദാറ്റ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ റവന്യൂ ഗ്രോത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത് 2022 2022 ബിഗിനിങ് മുതലാണ് നമുക്ക് റവന്യൂവിൽ നല്ല ഗ്രോത്ത് ഉണ്ടാവുന്നത്. വിച്ച് മീൻസ് സ്കൂൾ റീഓപ്പൺ ചെയ്തപ്പോഴാണ് ആക്ച്വലി ഇന്റർവെലിന്റെ റെലവൻസ് ഒന്നും കൂടെ കൂടുതലായത്. അതിന് ഒരുപാട് റീസൺസ് ഉണ്ട്. ബിക്കോസ് ലോസ് ലേണിംഗ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഒക്കെ റെലവെന്റ് ആവുന്നത് അവിടെയാണ്. കാരണം 2 വർഷം ആ ഒരു സ്കൂൾ കാലഘട്ടത്തിൽ നിന്നും ബ്രേക്ക് എടുത്തൊരു കുട്ടിയെ സംബന്ധിച്ച്, ഇപ്പൊ 2ാം ക്ലാസ്സിലുള്ള ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ 4ാം ക്ലാസ്സിലേക്കാണ് ആ കുട്ടി സ്കൂൾ പിന്നെ റീഓപ്പൺ ചെയ്യുമ്പോൾ പോകുന്നത് ലോക്ക്ഡൌണിന് ശേഷം. അപ്പം ടീച്ചേഴ്സ് എല്ലാവരും ഫോക്കസ് ചെയ്തിരുന്നത്, അല്ലെങ്കിൽ പാരന്റ്സ് ഫോക്കസ് ചെയ്തിരുന്നത് 3ാം ക്ലാസ്സിലെയും 4ാം ക്ലാസ്സിലെയും കോൺസെപ്റ്റ്സ് ഭയങ്കര റിജിഡ് ആക്കി ഒന്നും കൂടെ കുട്ടിയെ റിവ്യൂ ചെയ്യുക എന്നുള്ളതൊക്കെ ആയിരുന്നു അവരുടെ ഫോക്കസ്. പക്ഷെ കുട്ടികൾക്ക് സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുട്ടികൾ ഇപ്പൊ ഈ 2ാം ക്ലാസ്സിലുള്ള കുട്ടിയെ സംബന്ധിച്ച് തന്നെ കുട്ടി 2ാം ക്ലാസ് വരെ അക്വയർ ചെയ്ത ഒരുപാട് സ്കിൽസ് ഉണ്ട്. ആ സ്കിൽസ് ഒക്കെ കുട്ടികൾക്ക് നഷ്ടപ്പെട്ടു. അപ്പൊ ഇതൊന്നും സ്കൂളിലെ ഒരു സിനാരിയോയിലോ അല്ലെങ്കിൽ ഒരു ട്യൂഷൻ സെന്ററിലെ സിനാരിയോയിലോ ഇവർക്ക് ഇതൊന്നും തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു ഫെസിലിറ്റി ഇല്ല. അവിടെ ഇന്റർവെലിന്റെ റെലവൻസ് ഭയങ്കര ഹൈ ആയിരുന്നു. അപ്പൊ ഈ ലോസ് ലേണിംഗ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ആക്ച്വലി ഇന്റർവെലിന്റെ റവന്യൂ ഗ്രോത്തിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അപ്പോൾ വൺസ് സ്കൂളൊക്കെ റീഓപ്പൺ ആയി, ലോക്ക്ഡൌൺ ഒക്കെ അവസാനിച്ചു, ആ സമയത്താണ് ഞങ്ങളുടെ റവന്യൂ ഗ്രോത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതും ഞങ്ങൾ വിശ്വസിക്കുന്നത് വി വർ ആക്ച്വലി ഫോക്കസിങ് ഓൺ ദി റിയൽ പ്രോബ്ലം, അല്ലാതെ ലോക്ക്ഡൌൺ ആ ഒരു പാൻഡമിക് മാർക്കറ്റ് ഫിറ്റ് അല്ല നമുക്ക് ഉണ്ടായിരുന്നത്. നമുക്ക് റിയൽ പ്രൊഡക്റ്റ് മാർക്കറ്റ് ഫിറ്റ് ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ട് നമുക്ക് ആ റവന്യൂ ഗ്രോത്ത് ഉണ്ടായി. അങ്ങനെയാണ് ഞങ്ങൾ ഫണ്ടും റേസ് ചെയ്തത്. വി ആക്ച്വലി റേസ്ഡ് ഇൻ 2023. 2023 നമ്മൾ ഫണ്ട് റേസ് ചെയ്തത് ആദ്യമായിട്ട്. അപ്പൊ നമുക്ക് ആക്ച്വലി ഈ പാൻഡമിക് മാർക്കറ്റ് ഫിറ്റുള്ള എട്ടെക്സുമായിട്ട് ഇന്റർവെലിനെ കമ്പയർ ചെയ്യാൻ പറ്റാത്തതിന്റെ ഒരു റീസണും ഇതുമാണ്. അപ്പം ആക്ച്വലി ഞങ്ങളുടെ ജേർണിയിൽ ടൈം ലൈനിൽ കോവിഡും പാൻഡമിക്കും ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ കൂടെ ഞങ്ങളുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്നിടത്തോ അല്ലെങ്കിൽ ബിസിനസ് സ്കെയിൽ ചെയ്യുന്നിടത്തോ അല്ലെങ്കിൽ ഈ ബിസിനസ്സിൽ മേ ബി ഇങ്ങനെ ഒരു പാൻഡമിക് സിറ്റുവേഷന് വലിയ റോൾ ഇല്ല എന്നുള്ളതാണ് സത്യം. പക്ഷെ മാർക്കറ്റിലെ ഡൈനാമിക്സിൽ ഒരുപാട് ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. ഇപ്പം ഇന്റർനെറ്റ് പെനിട്രേഷനും അതുപോലെ തന്നെ കുട്ടികളുടെ ഡിവൈസ് യൂസ് ചെയ്യുന്നതും പാരന്റ്സിനെ കൺവിൻസ് ചെയ്യുന്ന കാര്യത്തിലൊക്കെ കോവിഡ് പാൻഡമിക് ഒരുപാട് റോൾ വഹിച്ചിട്ടുണ്ട്. മാർക്കറ്റ് ഡൈനാമിക്സ് മാറ്റിയിട്ടുണ്ട്. അപ്പാർട്ട് ഫ്രം ദാറ്റ് ആ പാൻഡമിക് ലോക്ക്ഡൌൺ പീരീഡിന്റെ ഒരു ഫുൾ എസെൻസ് അല്ലെങ്കിൽ ഫുൾ ഇമ്പാക്ട് യൂട്ടിലൈസ് ചെയ്തൊരു കമ്പനി അല്ല ഇന്റർവെൽ ആക്ച്വലി. ഇപ്പോൾ ഈ ഫണ്ടിങ്ങിന്റെ കേസ് പറഞ്ഞല്ലോ, ഫണ്ടിങ് എടുക്കാൻ ഒരു 2023 ഫണ്ടിങ് എടുത്തത്. ഡെഫിനറ്റ്ലി നമ്മൾ ഫണ്ടിങ് എടുക്കുന്ന സമയത്ത് ഇൻവെസ്റ്റേഴ്സിനെ കൺവിൻസ് ചെയ്യണം, അല്ലെങ്കിൽ അവർക്ക് ഒരു ജസ്റ്റിഫയബിൾ ആയിട്ടുള്ള ഒരു
കാര്യം കിട്ടണം. ലൈക്ക് നമ്മളുടെ ഒരു ഫൈനാൻഷ്യലി എത്രത്തോളം വയബിൾ ആണെന്നുള്ളത് അറിയണല്ലോ. അപ്പൊ എങ്ങനെയായിരുന്നു ശരിക്കും ഈ നിങ്ങളുടെ ഒരു റവന്യൂ മോഡൽ എങ്ങനെയായിരുന്നു? റവന്യൂ ഈസ് ബേസ്ഡ് ഓൺ സബ്സ്ക്രിപ്ഷൻ. ഒരു സബ്സ്ക്രിപ്ഷൻ മോഡൽ തന്നെയാണ് നമ്മുടെ സ്കൂളുകളൊക്കെ എങ്ങനെയാണോ റൺ ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് നമ്മൾ നമ്മുടെ കോഴ്സസ് കൊടുക്കുന്നത്. ഇപ്പം ഈ യൂട്യൂബിലാണെങ്കിലും നമുക്ക് സോഷ്യൽ മീഡിയയിലാണെങ്കിലും എവിടെയാണെങ്കിലും ഒരുപാട് നോളജ് അവൈലബിൾ ആണ്. അപ്പം അതേപോലെ തന്നെ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകളും എഡ്ടെക് കമ്പനീസും ഇന്ന് നിലവിലുണ്ട്. അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇത്രയും കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു വേൾഡിൽ പ്രൈസിങ് എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലോ. കാരണം കോമ്പറ്റീറ്റേഴ്സിനെ അപേക്ഷിച്ചിട്ട് നമ്മളുടെ ഒരു പ്രൈസിങ് കുറച്ചും കൂടി എല്ലാവർക്കും ഈക്വലി പറ്റണം, അതേപോലെ നമുക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റണം, മീൻസ് നമുക്ക് പ്രോഫിറ്റബിൾ ആയിരിക്കണം. അതെങ്ങനെയാണ് മാനേജ് ചെയ്തിരുന്നത്? ഫസ്റ്റ് കമ്പാരിസൺ തന്നെ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇന്റർവെലിന്റെ പ്രൈസിങ് ഫാക്ടേഴ്സ് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. നമ്മുടെ പ്രൈസിങ് ഭയങ്കര ഹൈയും ആണ് കമ്പയറിംഗ് ടു അതർ എഡ്ടെക്സ്. ഇന്ന് കേരളത്തിലുള്ള എല്ലാ എഡ്ടെക് കമ്പനീനേക്കാളും പ്രൈസ്ഡ് തന്നെയാണ് ഇന്റർവെൽ, അതിൽ മാറ്റമൊന്നുമില്ല. ഞങ്ങളുടെ പ്രൈസിങ്ങിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഫാക്ടർ ഒരിക്കലും അഫോർഡബിലിറ്റി അല്ല, അത് ഞങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന ഇമ്പാക്റ്റ് ആണ്. ഞങ്ങൾ എത്ര ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു നോക്കിയിട്ടാണ് ഞങ്ങൾ പ്രൈസ് ചെയ്യുന്നത്. അല്ലാതെ നമുക്ക് അഫോർഡബിലിറ്റിന്റെ ബേസിസിൽ നമുക്ക് പ്രൈസ് ചെയ്തിട്ട് അതിനനുസരിച്ച് ഒരു ലെസ് വയബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ലെസ് ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് ഇറങ്ങിയിട്ട് അത് സെല് ചെയ്യണം എന്നുള്ള കോൺസെപ്റ്റ് ഞങ്ങൾക്കില്ല. അപ്പൊ ഞങ്ങളുടെ ഡിസൈഡിങ് ഫാക്ടർ ഈസ് ഓൾവേസ് അബൌട്ട് ദി ഇമ്പാക്ട്. ഹൈ ഇമ്പാക്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഹൈ പ്രൈസിങ് ആണ്, ബിക്കോസ് ആ ഹൈ ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യാൻ ഹൈ കോസ്റ്റ് ഉണ്ട് എന്നുള്ളതാണ് ലോജിക്ക്. പക്ഷേ ടു ബി ഫ്രാങ്ക് ബാക്കിയുള്ള എഡ്ടെക്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്തുകൊണ്ട് ഇന്റർവെലിന് ഹൈ ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നു അല്ലെങ്കിൽ ഹൈ പ്രൈസിങ് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ റീസൺ എൻഗേജ്മെന്റ് ആണ്. ഇതിൽ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അറ്റൻഷൻ സ്പാൻ ആണ്. വെൻ യു കമ്പയർ പ്ലാറ്റ്ഫോംസ് ലൈക്ക് യൂട്യൂബ് ആൻഡ് ഇൻസ്റ്റാഗ്രാം അലോങ് വിത്ത് ഇന്റർവെൽ, അവിടെ അറ്റൻഷൻ സ്പാൻ എന്നുള്ളത് ഭയങ്കര മുഖ്യമായിട്ടുള്ള ഒരു കാര്യം, നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട കാര്യം. വി ആർ ഓൾറെഡി ഡിസ്കസിങ് അബൌട്ട് ദാറ്റ്. നമ്മുടെ ജനറേഷൻ ആയി കഴിഞ്ഞാൽ ഇപ്പോൾ സ്കൂൾസിൽ പോകുന്ന കുട്ടികളായി കഴിഞ്ഞാൽ ഇവരുടെ അറ്റൻഷൻ സ്പാൻ ഭയങ്കര കുറവാണ്. അപ്പോൾ അറ്റൻഷൻ സ്പാൻ കുറവായതുകൊണ്ട് തന്നെ പല എഡ്ടെക്സിലും കുട്ടികളുമായിട്ടുള്ള എൻഗേജ്മെന്റ് ലിറ്ററലി സീറോ ആണ്. പക്ഷെ ഇന്റർവെലിന്റെ കേസിൽ അങ്ങനെയല്ല. ഇന്റർവെലിന്റെ കേസിൽ 1 മണിക്കൂർ ഒരു കുട്ടി ഒരു ടീച്ചർ ഒരു പ്ലാറ്റ്ഫോമിൽ ഇരുന്ന് സംസാരിക്കുമ്പോൾ അത്രയും എൻഗേജ്മെന്റ് കൊടുക്കുന്ന ഒരു പ്ലാറ്റ്ഫോം ഇന്ന് നിലവിലില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. ബിക്കോസ് ഒരു കുട്ടിയെ സംബന്ധിച്ച് ആ കുട്ടിയുടെ 24 മണിക്കൂറിന്റെ ഒരു ജീവിതത്തിൽ ആ കുട്ടി മറ്റൊരാളുമായിട്ട് ഇത്രയും കൂടുതൽ നേരം സംസാരിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്റർവെൽ എന്നുള്ള ബ്രാൻഡിനോട് അവർ അത്രയും അറ്റാച്ച്ഡ് ആണ്, അല്ലെങ്കിൽ ഇന്റർവെൽ എന്നുള്ള ബ്രാൻഡ് അവരുടെ ലൈഫിൽ അത്രയും ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു 1 hour ഒക്കെ ഒരാളിരുന്ന് സംസാരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും എൻഗേജ്മെന്റ് ഇന്നത്തെ കാലഘട്ടത്തിൽ കുട്ടികളിൽ പോസിബിൾ അല്ല. അപ്പൊ ആ എൻഗേജ്മെന്റ് റേറ്റ് ഇന്റർവെലിന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ടാണ് നമ്മുടെ പ്രൈസിങ്ങിൽ നമുക്ക് ഹൈ ഇമ്പാക്ട് എന്നുള്ള കൺസിഡറേഷൻ വെച്ചുകൊണ്ട് തന്നെ ഹൈലി പ്രൈസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പം കൺക്ലൂഷൻ ഇതാണ്, നമ്മുടെ പ്രൈസിങ്ങിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടർ എന്ന് പറയുന്നത് ഇമ്പാക്ട് ആണ്, നോട്ട് ദി അഫോർഡബിലിറ്റി ഫാക്ടർ. അപ്പോൾ ഇതേമാതിരി ഫണ്ടിങ്ങിന്റെ കേസ് പറഞ്ഞല്ലോ, ഒട്ടുമിക്ക എല്ലാ ബിസിനസ്സുകളും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇനിഷ്യലി അവരെ പിടിച്ചു നിർത്തുന്ന മറ്റൊരു ഫാക്ടറാണ് ഇൻവെസ്റ്റ്മെന്റ്സ് ഇല്ല അല്ലെങ്കിൽ ക്യാപിറ്റൽ ഇല്ല എന്നുള്ളത്. ഏതൊരു പോയിന്റിലായിരിക്കണം അക്കോർഡിംഗ് ടു യു, ലൈക്ക് ഏതൊരു പോയിന്റിലായിരിക്കണം ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു കമ്പനി ഫണ്ടിങ് എടുക്കേണ്ടത്? ആക്ച്വലി ഐ ഹാവ് പിച്ച്ഡ് ടു 200+ ഇൻവെസ്റ്റേഴ്സ്. അപ്പൊ അതിന്റെ ഒരു എക്സ്പീരിയൻസ് എന്നാണ് പറയുന്നത്, അല്ലാതെ ഞാൻ ഒരുപാട് ഫണ്ട് റേസ് ചെയ്തിട്ടില്ല. ഐ ഹാവ് ഡൺ ഓൺലി 1 round ഇനീഷ്യലി. അപ്പം അതിന്റെ ബേസിസിൽ എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സ്റ്റാർട്ടപ്സിനും ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലേ ബുക്ക് എന്നുള്ള നിലയ്ക്ക് കുറച്ച് തമ്പ് റൂൾസ് ഒന്നും ഇല്ല, അങ്ങനെ ഒരു സംഭവം ഇല്ല. അപ്പം ദിസ് ഈസ് എൻറ്റയർലി ഡിപ്പെൻഡിങ് അപ്പോൺ ദി ബിസിനസ് മോഡൽ. ചില ബിസിനസ്സുകൾക്ക് ഫണ്ട് റേസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് ഒരു പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ. മേ ബി ഹാർഡ്വെയർ സ്റ്റാർട്ടപ്സ് ആവാം, അല്ലെങ്കിൽ ഡീപ് ടെക് സ്റ്റാർട്ടപ്സ് ആവാം, അല്ലെങ്കിൽ നമ്മളെപ്പോലത്തെ ഭയങ്കര കൺസ്യൂമേഴ്സിനെ ഫോക്കസ് ചെയ്യുന്ന അല്ലെങ്കിൽ ലാർജ് നമ്പർ ഓഫ് കൺസ്യൂമേഴ്സ് അവൈലബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ലാർജ് ടാം ഉള്ള ബിസിനസ്സുകളാണെന്നുണ്ടെങ്കിൽ at the right time to raise funds is when you identify your product market fit. നമുക്കൊരു മിനിമം വയബിൾ പ്രൊഡക്റ്റ് വേണം, ഒരു MVP വേണം. ആ MVP വെച്ചിട്ട് നമ്മളൊരു ഗ്രൂപ്പ് ഓഫ് കസ്റ്റമേഴ്സിന് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് പീപ്പിളിലേക്ക് നമ്മൾ എത്തിക്കുക, എന്നിട്ട് അവരുടെ അടുത്ത് ഫീഡ്ബാക്ക് എടുക്കുക. ഫസ്റ്റ് 100 customers ഈസ് ദ ഹയസ്റ്റ് MBA യു ക്യാൻ ഗെറ്റ് എന്നാ പറയാറ്. അപ്പൊ എൻ്റെ അടുത്ത് എൻ്റെ ഒരു മെന്റർ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ആദ്യത്തെ 100 customers നിങ്ങളൊരു MBA കോഴ്സ് എടുക്കുന്നതിനേക്കാളും നിങ്ങൾക്ക് നോളജ് കിട്ടും ആദ്യത്തെ 100 customers സംസാരിച്ചാണ്. വി ഹാവ് ഡൺ ദാറ്റ്. അത് ഞങ്ങളോട് ഒരാൾ അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞതുകൊണ്ടല്ല, നമ്മൾ എന്തെല്ലോ കാരണങ്ങൾ കൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രൊഡക്റ്റ് ഒക്കെ എപ്പോഴും ഫീഡ്ബാക്ക് എടുത്ത് ഐട്രേറ്റ് ചെയ്ത് ആ ഒരു എവല്യൂഷൻ പ്രോസസ്സിലൂടെ കടന്നു വന്നിട്ടുള്ളതാണ് നമ്മുടെ എല്ലാ പ്രൊഡക്ട്സും. അപ്പൊ അങ്ങനെ ഉള്ളത് കൊണ്ട് തന്നെ കറക്റ്റ് മാർക്കറ്റിൽ കസ്റ്റമേഴ്സ് എന്തിന് പേ ചെയ്യും എന്നുള്ളതിന്റെ റൈറ്റ് ആൻസർ ആയിരിക്കും നമ്മുടെ പ്രൊഡക്ട്സ് അവർ പേ ചെയ്യും. അപ്പോൾ വേറെ തമ്പ് റൂൾ ഐ വുഡ് സേ പ്രൊഡക്റ്റ് മാർക്കറ്റ് ഫിറ്റ് എന്ന് പറയുന്നത്, നമ്മളൊരു പ്രൊഡക്റ്റ് ഒരാളടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ അയാളത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് മനസ്സിൽ ഇങ്ങനെ തോന്നണം, എന്തുകൊണ്ട് ഈ പ്രൊഡക്റ്റ് ഞാൻ നേരത്തെ കണ്ടുപിടിച്ചില്ല, അല്ലെങ്കിൽ എനിക്ക് എന്തുകൊണ്ട് ഈ പ്രൊഡക്റ്റ് നേരത്തെ കിട്ടിയില്ല, അല്ലെങ്കിൽ എൻ്റെ ചൈൽഡ്ഹുഡിൽ എനിക്ക് ഈ പ്രൊഡക്റ്റ് കിട്ടിയിരുന്നെങ്കിലൊക്കെ എന്തെങ്കിലും അവർക്ക് തോന്നണം. അപ്പം അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് ഡിപ്പെൻഡിങ് അപ്പോൺ ദി പ്രൊഡക്റ്റ്. അപ്പം ആ പ്രൊഡക്റ്റ് മാർക്കറ്റ് ഫിറ്റ് ഐഡന്റിഫൈ ചെയ്യുന്ന ഫേസിലാണ്
നമ്മൾ ഫണ്ട് റേസ് ചെയ്യേണ്ടത്. അപ്പോൾ ഫണ്ട് റേസ് ചെയ്യുന്നത് ഒരിക്കലും ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങാനോ അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടപ്പ് ബിൽഡ് ചെയ്യാനോ ആവരുത്. തുടങ്ങിയ ഒരു സ്റ്റാർട്ടപ്പ് സ്കെയിൽ ചെയ്യാനായിരിക്കണം. അപ്പം ലൈക്ക് നോർമലി നമ്മൾ അങ്ങനെ തന്നെയാണ് പറയല്, ഫണ്ടിങ് ഈസ് എ ഫ്യൂൽ എന്നാണ്. അല്ലാതെ ഫണ്ട് എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് ആണ്. ചില സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സ് ഞാൻ കണ്ടിട്ടുണ്ട് ഏർലി സ്റ്റേജിൽ അവർ ഫുള്ളി ഫോക്കസിങ് ഓൺ ഫണ്ട് റേസിങ്, ആ ഒരു രീതിയിൽ പോകുമ്പം ഫണ്ട് റേസിങ് ആണോ അവരുടെ പ്രൊഡക്റ്റ് എന്നുള്ള രീതിക്കൊക്കെ നമുക്ക് തോന്നിപ്പോകും. ദേ ആർ ഒബ്സസ്ഡ് വിത്ത് ദാറ്റ്. അപ്പോൾ വൺസ് നമുക്കൊരു PMF ഒക്കെ ആയി കഴിഞ്ഞാൽ, ആ സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ സ്കെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഫണ്ട് റേസ് ചെയ്യാം. ദാറ്റ് വുഡ് ബി ദ റൈറ്റ് ടൈം ഇഫ് യു ആസ്ക്. പല സ്റ്റാർട്ടപ്പിലും ഇപ്പം അക്കൗണ്ടിങ്ങിന് അല്ലെങ്കിൽ ഒരു ഫൈനാൻസ് ടൂളായിട്ട് അല്ലെങ്കിൽ റിപ്പോർട്ടിംഗ് ടൂളായിട്ട് മാത്രം കാണും. അതിലുപരി അതിനൊരു ഗ്രോത്തിനെ ലീഡ് ചെയ്യാനും സ്ട്രാറ്റജിക് ഡിസിഷനൊക്കെ ഒരുപാട് റോൾ വഹിക്കുന്നുണ്ട്. അതിനെ പറ്റിയിട്ട് എന്താ പറയാനുള്ളത്? നമ്മുടെ ആസ് ഫൗണ്ടർ അല്ലെങ്കിൽ ഒരു CEO എന്നുള്ള നിലയ്ക്ക് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് തിങ് എന്ന് പറയുന്നത് എൻ്റെ ഫിനാൻസ് ഡാഷ്ബോർഡ്സ് തന്നെയാണ്. ബിക്കോസ് നമ്മളെ വർക്ക് ചെയ്യാൻ മോട്ടിവേറ്റ് ചെയ്യുന്നതും നമ്മുടെ പേസ് സെറ്റ് ചെയ്യുന്നതൊക്കെ ഈ ഫിനാൻസ് ഡാഷ്ബോർഡ്സ് ആണ്, ടു ബി ഫ്രാങ്ക്. അപ്പോൾ ഫിനാൻസ് ഡാഷ്ബോർഡ്സിന് അതിൻ്റേതായിട്ടുള്ള റോളുകളുണ്ട്. ബട്ട് ആസ് യു സെഡ്, ഫിനാൻസ് ഡാഷ്ബോർഡ്സ് എന്ന് പറയുന്നത് ശരിക്കും ഒരു റിപ്പോർട്ടിംഗ് ടൂൾ അല്ല. നമ്മളൊരിക്കലും, ഈവൻ എൻ്റെ ഡാഷ്ബോർഡ്സും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. എപ്പോഴും എൻ്റെ ഫ്യൂച്ചറിലേക്കുള്ള പാത്തിനെ ക്രിയേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ എൻ്റെ ഫ്യൂച്ചർ ഞങ്ങളുടെ ടീമിൻ്റെ ഒരു പാത്വേ എങ്ങനെയാണെന്നുള്ളത് ഡിസൈഡ് ചെയ്യാൻ, ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ടാണ് എപ്പോഴും ഫിനാൻസ് ഡാഷ്ബോർഡ്സ് യൂസ് ചെയ്യുന്നത്. അപ്പം യു ഷുഡ് നെവർ കൺസിഡർ ഇറ്റ് ആസ് എ റിപ്പോർട്ട്. അത് നമ്മളെപ്പോഴും നമ്മളുടെ ഫ്യൂച്ചറിലേക്കുള്ള ഇൻസൈറ്റ്സ് ആയിട്ട് തന്നെയാണ് കാണേണ്ടത്. ഈവൻ ദ റേഷ്യോസ്, ഫിനാൻസ് ഡാഷ്ബോർഡ്സും അതുപോലെ തന്നെ റേഷ്യോസ് ആയി കഴിഞ്ഞാൽ. എനിക്കാണെങ്കിലും പേഴ്സണലി അറിയാവുന്ന ഒരുപാട് കമ്പനീസ് ലാസ്റ്റ് പ്രയോറിറ്റിയാണ് ആക്ച്വലി അവർ ഫൈനാൻസിന് കൊടുക്കുന്നത്. കൂടുതലും അവർ ബാക്കിയുള്ള ടീമിനെ ഹയർ ചെയ്യുന്നതിലും അതിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ഒരു സ്റ്റാർട്ടപ്പ് എന്ന നിലയ്ക്ക് ഇനിഷ്യലി നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു 3-4 മേഖലകൾ പറയുകയാണെങ്കിൽ ഏതൊക്കെയായിരിക്കും? Obviously, I would say you should have an accountant from the day one. അപ്പം ഞാൻ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഐ വാസ് ഇൻ ഫിൻലാൻഡ് മെനി ടൈംസ്, ഹോപ്പ് യു നോ. അപ്പം ഫിൻലാൻഡിലുള്ള സമയത്ത് ഞാൻ അവിടെ കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ നോക്കിയപ്പം അവിടെ ഫസ്റ്റ് മാൻഡേറ്ററി തിങ് എന്ന് പറയുന്നത് ഒരു അക്കൗണ്ടന്റ് വേണമെന്നുള്ള, ആ നാട്ടിലുള്ള ഒരു അക്കൗണ്ടന്റിനെ നമ്മൾ ഹയർ ചെയ്യണം എന്നുള്ളതാണ്. അപ്പം ഐ ഫെൽറ്റ് ഇറ്റ് വെരി റെയർ. ലൈക്ക് അങ്ങനെ ഒരു സംഭവം നമ്മൾ ഇവിടെ തുടങ്ങുമ്പോൾ ഒരിക്കലും നമ്മൾ അങ്ങനെ ആലോചിക്കില്ല. ഇവിടെ നമുക്കൊരു CA-കാരൻ്റെ അടുത്ത് പോകാൻ പോലും നമ്മളൊരു ആഫ്റ്റർ എ സെർട്ടൈൻ ഫേസ് മാത്രമേ നമ്മളൊരു CA-കാരൻ്റെ അടുത്ത് പോവുകയുള്ളൂ. അല്ലെങ്കിൽ ഒരു കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നതിന് മാത്രമായിരിക്കും നമ്മളെ ഒരു പക്ഷേ പോവുക. അതിനുശേഷം നമ്മളെ ഫെസിലിറ്റീസ് അവൈൽ ചെയ്യില്ല. അതിന് ഒരുപാട് റീസൺസ് ഉണ്ട്. ബിക്കോസ് ഈ B2B അല്ലെങ്കിൽ SaaS അല്ലെങ്കിൽ ഇതുപോലെ റീറ്റെയിനർഷിപ്പ് ഉള്ള കൈൻഡ് ഓഫ് കോസ്റ്റുകൾ ഇൻകർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെയുള്ള ബിസിനസ്സുകാർക്ക് ഭയങ്കര മടിയാണ്. അപ്പൊ അതൊരു ഭയങ്കര പ്രോബ്ലം ആയിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് തിങ് ഞാൻ അക്കൗണ്ടന്റിനെ ഹയർ ചെയ്യുക എന്നുള്ളത് തന്നെ ആയിരിക്കും. ബട്ട് ഞങ്ങളുടെ ഇന്റർണൽ കേസിൽ വരികയാണെങ്കിൽ വി വർ സോ പ്രിവിലേജ്. ഞങ്ങളുടെ ഒരു കോ-ഫൗണ്ടർ ആക്ച്വലി കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളാണ്. ആളെ ACC ആണ്, നാജിം എന്നാണ് അവന്റെ പേര്. അപ്പം അവനാണ് ക്യാഷിന്റെ ഇൻഫ്ലോയും ഔട്ട്ഫ്ലോയും എല്ലാം മാനേജ് ചെയ്യുന്നത്. അതിൽ ഡിസിഷൻ മേക്കറും അവൻ തന്നെയാണ്. സോ ചില സമയത്ത് എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട്, ശരിക്ക് ഒരു കമ്പനി റൺ ചെയ്യുന്നത് ഒരു CEO അല്ല, കമ്പനി റൺ ചെയ്യുന്നത് CFO. നല്ലൊരു CFO ഉണ്ട് എന്നുണ്ടെങ്കിൽ കമ്പനി ഭയങ്കര അടിപൊളിയായിട്ട് റൺ ആയി പോകും. അപ്പൊ ഐ യൂഷ്വലി ടേക്ക് കെയർ ഓഫ് ദി ഇൻവെസ്റ്റ്മെന്റ്സ് ആൻഡ് സെറ്റിംഗ് അപ്പ് ദി വിഷൻ, സെറ്റിംഗ് അപ്പ് ദി ടീം. എപ്പോഴും കമ്പനീൻ്റെ ഉള്ളിൽ ഇങ്ങനെ കെയോസ് ക്രിയേറ്റ് ആയിക്കൊണ്ടിരിക്കും. അപ്പൊ ഈ കെയോസിനെ ക്ലാരിറ്റിയിലേക്ക് മാറ്റുക. പിന്നെ ഐ ക്യാൻ ഐഡന്റിഫൈ സ്റ്റാർ പ്ലേയേഴ്സിനെ നമുക്ക് ഹയർ ചെയ്യാൻ പറ്റും, പക്ഷെ ഒരു വിന്നിംഗ് ടീമിനെ നമുക്ക് ഹയർ ചെയ്യാൻ പറ്റില്ല. അപ്പം അങ്ങനെ ഗ്രൂപ്പ് ഓഫ് സ്റ്റാർ പ്ലേയേഴ്സിനെ വിന്നിംഗ് ടീമാക്കി മാറ്റുക. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഒരു CEO എന്നുള്ള നിലയ്ക്ക് ഞാൻ അവിടെ ചെയ്യുന്നുള്ളൂ. അപ്പം ഒരു നല്ല CFO ഉണ്ട് എന്നുണ്ടെങ്കിൽ യു ക്യാൻ റൺ യുവർ കമ്പനി വണ്ടർഫുള്ളി. അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ പ്രിവിലേജ്ഡ് ആണ്, എനിക്ക് അങ്ങനെ ഒരു CFO ഉണ്ട്. അപ്പൊ അങ്ങനെ ഇല്ലാത്തവർ ഐ വുഡ് സേ യു ഷുഡ് ഹയർ ആൻ അക്കൗണ്ടന്റ്, എക്സ്പീരിയൻസ്ഡ് അക്കൗണ്ടന്റ് ഫ്രം ഡേ വൺ മുതൽ. ആ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ഇല്ല എന്നുണ്ടെങ്കിൽ ബിസിനസ് നിങ്ങൾ എത്ര ഗ്രോ ചെയ്ത് കഴിഞ്ഞാലും ഒരു പോയിന്റിൽ നിങ്ങൾക്ക് അത് ബാക്ക് ഫയർ ചെയ്യും. അത് ഞാൻ എൻ്റെ ജേർണിയിൽ നിന്ന് മനസ്സിലാക്കിയിട്ടില്ല. ഫസ്റ്റ് തിങ് വുഡ് ബി ദിസ് വൺ, ഹയർ ആൻ അക്കൗണ്ടന്റ് ആൻഡ് ഫിനാൻഷ്യലി യു ഷുഡ് ഹാവ് എ ഡിസിപ്ലിൻ. ആ ഡിസിപ്ലിൻ ഫോളോ ചെയ്യുക എന്നുള്ളതാണ് ആസ് ഫൗണ്ടേഴ്സ്. ബിക്കോസ് ഫസ്റ്റ് ടൈം ഫൗണ്ടേഴ്സിന് ഇത് ഒരു പുതിയ കാര്യമായിരിക്കും. അപ്പം നമുക്ക് അറിയില്ല എന്നുള്ളത് നമ്മൾ അഡ്മിറ്റ് ചെയ്തിട്ട് അറിയുന്നവരെ കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പാർട്ട് ഫ്രം ദാറ്റ്, നമ്മുടെ ഇനീഷ്യൽ ടീമിൽ വരുന്ന ആൾക്കാർ ഈ ടീമിന്റെ ഗ്രോത്തിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമുക്ക് ഒരു പക്ഷേ കൊടുക്കാൻ സാലറി ഒന്നും ഉണ്ടാവില്ലായിരിക്കാം. അപ്പൊ ആ സമയത്ത് നമ്മൾ നമ്മുടെ സർക്കിളിൽ നിന്നൊക്കെ ആൾക്കാരെ കൊണ്ടുവരും. അങ്ങനെ സർക്കിളിൽ നിന്ന് ആൾക്കാരെ കൊണ്ടുവരുന്നതിന് കുഴപ്പമില്ല, ഐ ഹാവ് ഡൺ ദാറ്റ്. പക്ഷെ എപ്പോഴും കോംപ്ലിമെന്ററി സ്കിൽ സെറ്റുള്ള ആൾക്കാരെ ടീമിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. എനിക്ക് സ്കിൽ A-B ഉണ്ട്, C-യും D-യും എനിക്കില്ല. അപ്പൊ ആ C-യും D-യും ഉള്ളവരെ ഐഡന്റിഫൈ ചെയ്തിട്ട് ടീമിലേക്ക് കൊണ്ടുവരിക. അപ്പൊ ഈ കോമ്പിനേഷൻ സെറ്റ് ചെയ്യുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഈവൻ നമ്മൾ കോ-ഫൗണ്ടേഴ്സിനെ എടുക്കുമ്പോൾ പോലും. അപ്പൊ കോ-ഫൗണ്ടേഴ്സിനെ നമ്മൾ ഡിസൈഡ് ചെയ്യുമ്പം നമ്മൾ തമ്മിൽ ഏറ്റവും കണക്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ തമ്മിൽ ഏറ്റവും സിങ്ക് ആവുന്നവർ എന്നുള്ളതല്ല അതിലെ ഫസ്റ്റ് തമ്പ് റൂൾ.
ഇറ്റ് ആക്ച്വലി വർക്ക്സ്. ഈ കാര്യം നമുക്ക് വേണം, ആ സിങ്ക് വേണം, വൈബ് സെറ്റ് ആവണം, എല്ലാം വേണം. പക്ഷെ ഫസ്റ്റ് തമ്പ് റൂൾ കോംപ്ലിമെന്ററി സ്കിൽ സെറ്റ് ആണ് കോ-ഫൗണ്ടേഴ്സിന് ചൂസ് ചെയ്യുമ്പോൾ. അപ്പോൾ കോ-ഫൗണ്ടേഴ്സിന് ചൂസ് ചെയ്യുമ്പോൾ കോംപ്ലിമെന്ററി സ്കിൽ സെറ്റ് ഉള്ളവർക്ക് അറ്റ്മോസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുക. വൈബിന് സെക്കൻഡ് ആണ് ഞാൻ പ്രയോറിറ്റി കൊടുക്കുന്നത്. അപ്പൊ അതാണ് രണ്ടാമതൊരു കാര്യം. പിന്നെ ഫിനാൻസ് പറയുന്നത് പോലെ തന്നെ ലീഗലി കോംപ്ലൈന്റ് ആവുക എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഈ നാട്ടിൽ ഒരുപാട് നിയമങ്ങളുണ്ട്. ഒരുപാട് നിയമങ്ങളുണ്ട്. ഒരുപാട് ഏജൻസികളുമായിട്ട് നമ്മൾ അസോസിയേറ്റഡ് ആണ് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. ഈവൻ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ട് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ ഇത് നമുക്ക് അറിയില്ല എന്നുള്ളത് ഈ നിയമം പാലിക്കാതിരിക്കാനുള്ള ലൈസൻസ് അല്ല. ഞാനൊരു LLB പഠിച്ചതുകൊണ്ടായിരിക്കാം ഞാനൊരു പക്ഷെ അങ്ങനെ സംസാരിക്കുന്നത്. അപ്പൊ ലീഗലി കോംപ്ലൈന്റ് ആവുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഡേ 1 മുതൽ നമ്മൾ ലീഗലി കോംപ്ലൈന്റ് ആവുക. അത് നമുക്ക് ആർക്കും അറിയില്ലെങ്കിൽ അത് അറിയണം എന്നുള്ളത് നമ്മളെ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ നമ്മളത് പഠിക്കുക. അല്ലെങ്കിൽ ഒരു കൺസൾട്ടന്റിനെ വെക്കുക. കൺസൾട്ടന്റിനെ ഞാൻ സജസ്റ്റ് ചെയ്യില്ല. ഒരു ഫൗണ്ടറെ സംബന്ധിച്ച് അത് ഈസിലി പഠിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഒരു 2-3 എക്സ്പീരിയൻസ്ഡ് ഫൗണ്ടേഴ്സിന്റെ അടുത്തോ അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റ് ലോയർ അടുത്തോ സംസാരിച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു സിംഗിൾ ഡേ മീറ്റിംഗിൽ വേണമെങ്കിൽ നമുക്കത് കവർ ചെയ്യാം. അപ്പൊ അത് പഠിച്ചിട്ട് ലീഗലി കോംപ്ലൈന്റ് ആവുക എന്നുള്ളതാണ്. അപ്പൊ ഞാൻ ഒരുപാട് സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സിനെ കണ്ടിട്ടുണ്ട്, ലീഗലി അവർ 0 ആണ്. ഒരുപാട് വയലേഷൻസ് ഒക്കെ ഉള്ളത്. അപ്പൊ ഇതൊക്കെ ഫണ്ട് റേസിംഗിൽ ഭയങ്കര ബുദ്ധിമുട്ടാവും. അപ്പൊ ഇതൊക്കെയാണ് ഇനീഷ്യലി ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ. ലൈക്ക് അപ്പാർട്ട് ഫ്രം ദി ഹോൾ സ്റ്റഫ്, ലൈക്ക് പ്രൊഡക്റ്റിനെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെയാണ് നിങ്ങൾ ലൈക്ക് യങ് ഫൗണ്ടേഴ്സ് നോക്കേണ്ട കാര്യങ്ങളെന്ന് എനിക്ക് തോന്നുന്നു. ഇതേപോലെ ഇപ്പം ഒരു കമ്പനി മുന്നോട്ട് സക്സസ്ഫുൾ ആയിട്ട് കൊണ്ടുപോകുന്നതിൽ ടീം വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. ഡെഫിനറ്റ്ലി ആ ഒരു ടീമിനെ കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ ആ ഒരു ടീമിനെ ബിൽഡ് ചെയ്തെടുക്കാൻ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടി വരുമല്ലോ. ഇന്റർവെല്ലാണെങ്കിൽ ആ ഒരു കോർ ടീമിനെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു? എങ്ങനെയാണ് ആ ഒരു ടീം ബിൽഡ് ചെയ്തെടുത്തത്? നമ്മൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ട് ആരെയും തന്നെ ഹയർ ചെയ്തിട്ടില്ല. ഒരു 10-20 years എക്സ്പീരിയൻസ് ഉള്ളവരൊന്നും ഹയർ ചെയ്ത് ടീമിൽ എത്തിച്ചിട്ടില്ല. നമ്മൾ മോസ്റ്റ് ഓഫ് ദി കോർ മെമ്പേഴ്സ് ആർ ഫ്രഷേഴ്സ്. ഈവൻ ഫൗണ്ടേഴ്സ് വർ ഫ്രഷേഴ്സ് അറ്റ് വൺസ്. അപ്പോൾ നമ്മൾ ആദ്യം ഇവരിൽ നോക്കിയിരുന്നത് ഇവരുടെ ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ മെന്റാലിറ്റി മാത്രമാണ്. നമ്മുടെ ടീമിലേക്ക് ഒരുപാട് പേര് വന്നിട്ടുണ്ട്. അതിൽ റീറ്റെയിൻ ആയവരൊക്കെ റൈറ്റ് ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ റൈറ്റ് മെന്റാലിറ്റിയാണ്. അപ്പോൾ റൈറ്റ് ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ റൈറ്റ് മെന്റാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ വുഡ് ഡെഫിനറ്റ്ലി സേ ദ മെന്റാലിറ്റി ടു ലേൺ. പുതിയ കാര്യങ്ങൾ പഠിക്കാൻ അല്ലെങ്കിൽ എപ്പോഴും ആ ലേണിംഗ് കേർവ് ഉള്ളവരെ മാത്രമാണ് നമ്മൾ റൈറ്റ് മെന്റാലിറ്റി എന്ന് ഞാൻ കൺസിഡർ ചെയ്യാറ്. അപ്പോൾ ആ റൈറ്റ് മെന്റാലിറ്റി ഉള്ളവരെ ടീമിൽ നിർത്തുക, റൈറ്റ് വാല്യൂസ് ഉള്ളവരെ ടീമിൽ നിർത്തുക. സ്കില്ല് എന്ന് പറയുന്നത് കാര്യം നമുക്ക് അക്വയർ ചെയ്യാൻ പറ്റും. പക്ഷെ ഈ വാല്യൂസ് അല്ലെങ്കിൽ ഈ മെന്റാലിറ്റി ഒന്നും നമുക്കൊരു പരിധിക്കപ്പുറം അക്വയർ ചെയ്യാൻ കഴിയില്ല. വെൻ യു ആർ എക്സ്പോസ് ടു പീപ്പിൾ വിത്ത് സെയിം കൈൻഡ് ഓഫ് മെന്റാലിറ്റി യു വിൽ ഗെറ്റ് ഇറ്റ് ഒബ്വിയസ്ലി. ബട്ട് അപ്പാർട്ട് ഫ്രം ദാറ്റ് സ്കിൽ ഏത് സ്കില്ലായി കഴിഞ്ഞാൽ അക്വയർ ചെയ്യാൻ പറ്റുന്ന സ്കില്ലാന്നുള്ളതാണ്. അപ്പം വൺസ് ഈ മെന്റാലിറ്റി ഉള്ള ഒരു ടീമിൽ കിട്ടിക്കഴിഞ്ഞാൽ ഇവരെ അപ്സ്കിൽ ചെയ്യേണ്ടത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ ആസ് CEO എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് എൻ്റെ CCUട്ടിലുള്ളവരെ എല്ലാവരും അപ്സ്കിൽ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എൻ്റെ സീനിയർ മാനേജേഴ്സിനൊക്കെ അപ്സ്കിൽ ചെയ്യേണ്ടത് എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. സോ ഐ ഹാവ് ടേക്കൺ കെയർ ഓഫ് ദാറ്റ്. ഞങ്ങളുടെ കമ്പനി ശരിക്കും ഒരു പല ആൾക്കാരും പറയുന്നുണ്ട് ഇത് കോളേജ് പോലെയാണ്. കാരണം ഒരുപാട് കോളേജിൽ നടക്കുന്ന ഒരുപാട് ഇവന്റ്സ് നമ്മുടെ കോളേജിൽ നടക്കാറുണ്ട്. ഈവൻ ഇപ്പോൾ ഒരു MBA കോളേജിൽ നടക്കുന്ന കൈൻഡ് ഓഫ് ഗ്രൂപ്പ് ഡിസ്കഷൻസ് ആവട്ടെ, അല്ലെങ്കിൽ മാനേജ്മെന്റ് ഫെസ്റ്റുകളാവട്ടെ, ഇതൊക്കെ നമ്മുടെ സ്കൂളുകളിൽ നടക്കുന്നുണ്ട്. ഇപ്പം കോളേജിൽ ഒരുപാട് ഫൗണ്ടേഴ്സിനെ കൊണ്ടുവന്നിട്ട് കുട്ടികൾക്ക് എക്സ്പോഷർ കൊടുക്കും. ഞങ്ങളും അതേപോലെ ഒരുപാട് ഫൗണ്ടേഴ്സിനെ കൊണ്ടുവന്നിട്ട് ഞങ്ങളുടെ സീനിയർ എംപ്ലോയീസിന് എക്സ്പോഷർ കൊടുക്കാറുണ്ട്. അപ്പോൾ ആ ഒരു ലേണിംഗ് അവിടെ നടക്കുന്നുണ്ട്, അതിനുള്ള എൻവയോൺമെന്റ് അവിടെ ഉണ്ട്. ഈവൻ വി ഹാവ് ബഡ്ജറ്റ് ഫോർ ദാറ്റ്. നമുക്ക് നമ്മുടെ സീനിയർ മാനേജേഴ്സിനെ അവരെ അല്ലെങ്കിൽ സീനിയർ എംപ്ലോയീസിനെ ഏത് ലെവലിലായി കഴിഞ്ഞാൽ എല്ലാ ലെവലിലും അവരെ അപ്സ്കിൽ ചെയ്യാനും വേണ്ടിയിട്ടുള്ള ബഡ്ജറ്റ് നമുക്കുണ്ട്. അപ്പം അവരെ ട്രെയിൻ ചെയ്യുക, അവരെ അപ്സ്കില്ല് ചെയ്യുക, അവരുടെ സ്കില്ല് ഇൻക്രീസ് ചെയ്യുക എന്നുള്ളത് എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പം നൗ ലെറ്റ്സ് കൺസിഡർ ദിസ് ആസ് ടാലന്റ്. ടാലന്റ് ആണ് ഇതിൻ്റെ ആകത്തുക. കമ്പനിയിൽ ഒരുപാട് ടാലൻസ് ഉണ്ടാവുക എന്നുള്ളതാണ് കമ്പനി വളരാനുള്ള മാർഗം. ഇനി വാട്ട് ഈസ് ടാലന്റ്? എന്നെ സംബന്ധിച്ച് ടാലന്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് സ്കിൽ ആൻഡ് വിൽ. അപ്പോൾ വില്ലാണ് ഞാൻ ആദ്യം പറഞ്ഞ മെന്റാലിറ്റി, അത് അവർക്ക് ഉണ്ടായിരിക്കണം. സ്കില്ല് അത് എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്, അത് ഞാൻ കൊടുത്തിരിക്കണം. വെൻ യു ഹാവ് എ കോമ്പിനേഷൻ ഓഫ് സ്കിൽ ആൻഡ് വിൽ യു ക്യാൻ കം ടു എ കൺക്ലൂഷൻ ദാറ്റ് യു ഹാവ് ടാലന്റ് ഇൻ യുവർ കമ്പനി. അപ്പം നെക്സ്റ്റ് വന്നു കഴിഞ്ഞാൽ ഇതിനെ എങ്ങനെ മെഷറബിൾ ആക്കണം എന്നുള്ളതാണ്. സോ വൺ തിങ് വിച്ച് ഐ ഹാവ് ഫോളോഡ് ഈസ് ടാലന്റ് ഡെൻസിറ്റി. അത് എൻ്റെ കമ്പനിയിലുള്ളൊരു KPI ആണ്. അപ്പോൾ ടാലന്റ് ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഡിപ്പാർട്ട്മെന്റിലെയും ടാലന്റ് ഡെൻസിറ്റി നമ്മൾ മെഷർ ചെയ്യും. അവരുടെ സ്കില്ല് മെഷർ ചെയ്യും, അവരുടെ ബില്ല് മെഷർ ചെയ്യും. ഇതൊക്കെ നമുക്ക് മെഷർ ചെയ്യാൻ KPIs ഉണ്ട്. ഇതിന്റെ കോമ്പിനേഷനാണ് ടാലന്റ് ഡെൻസിറ്റി. അപ്പോൾ ടാലന്റ് ഡെൻസിറ്റി ഇൻഡെക്സ് വി കോൾ ഇറ്റ് TDI. ആ TDI എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തും. ആ ഡിപ്പാർട്ട്മെന്റിൽ ഇല്ലാന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള മെഷേഴ്സ് എടുക്കും. അപ്പം വൺസ് ഒരു കമ്പനി ഒരു സ്റ്റേജിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ടാലന്റ് ഡെൻസിറ്റി ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഇത് കണ്ടിന്യൂ ആവത്തില്ല. ഇത് താഴോട്ടും പോകും, ഗ്രാഫ് താഴോട്ടും പോകും. അപ്പൊ അതെങ്ങനെ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടാലന്റ് ഈസ് കോണ്ടേജിയസ്. അപ്പം എവിടെയെങ്കിലും സ്കില്ല് കൂടുതലാണെന്നുണ്ടെങ്കിൽ ആ ഗ്രൂപ്പിലുള്ളവർക്ക് ഒബ്വിയസ്ലി ഒരു നമ്മളൊന്നും ചെയ്തില്ലെങ്കിൽ സ്കില്ലിൽ ഒരു പെർസെൻറ്റേജ് ഹൈക്ക് ഉണ്ടാവും.
അതുപോലെ ഏതെങ്കിലും ടീമിൽ വില്ല് കുറവാണ് എന്നുണ്ടെങ്കിൽ സ്കില്ലായാലും വില്ലായാലും രണ്ടിലും ഗ്രാഫിൽ താഴോട്ട് കുറവുണ്ടാവും നമ്മളൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ. അപ്പൊ ഇതെപ്പോഴും ഐഡന്റിഫൈ ചെയ്തിട്ട് ഇതിനെപ്പോഴും വാച്ച് ചെയ്യാൻ അതിൻ്റെതായിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ഇവരുടെ സ്കില്ലും വില്ലും അതിനനുസരിച്ച് അവർ മെഷേഴ്സ് എടുക്കുന്നുണ്ട്. അപ്പൊ വൺസ് കമ്പനി സ്കെയിൽ ചെയ്യാൻ തുടങ്ങുമ്പോൾ ഇതിന്റെ റെലവൻസ് വെരി ഹൈ. ഒരു സമയം കഴിഞ്ഞാൽ ഫൗണ്ടേഴ്സ് എത്ര സ്കില്ലുള്ളവരായാലും എത്ര ഫണ്ട് നമുക്ക് ക്യാപിറ്റൽ ഉണ്ട് എന്നുണ്ടെങ്കിലും നമുക്കൊരു ഹൈ പെർഫോമിംഗ് ഹൈ ടാലന്റൻസർ ആയിട്ടുള്ള ഒരു ടീം ഇല്ല എന്നുണ്ടെങ്കിൽ കമ്പനി സ്കെയിൽ ചെയ്യാൻ കഴിയും. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇപ്പം നമ്മൾ എക്സ്പാൻഷൻ്റെ കേസ് പറയാം, സ്കെയിലിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഡെഫിനറ്റ്ലി ജോഗ്രഫിക്കൽ എക്സ്പാൻഷൻ നോക്കുമല്ലോ, അതേപോലെ ഇമ്പോർട്ടൻ്റ് ആണ് പ്രോഡക്റ്റ് എക്സ്പാൻഷൻ. അതിനെ പറ്റിയിട്ട് എന്താ പറയാനുള്ളത്? ലൈക്ക് പ്രത്യേകിച്ച് എട്ട് കമ്പനീസിൽ ഇപ്പോൾ ഒരുപാട് എട്ട് കമ്പനിയുണ്ട്, ജസ്റ്റ് ഒറ്റ പ്രോഡക്റ്റിൽ അല്ലെങ്കിൽ ഒറ്റ സർവീസിൽ മാത്രം നിൽക്കുന്ന ഒരുപാട് ഇതുണ്ട്. ഡെഫിനറ്റ്ലി അതിൽ എന്തെങ്കിലും ഒരു ലൈക്ക് എന്തെങ്കിലും എന്താ പറയുക, ഇപ്പം റവന്യൂ ആയിക്കോട്ടെ സെയിൽസ് ആയിക്കോട്ടെ കുറഞ്ഞു വന്നാൽ അത് ഡെഫിനറ്റ്ലി അത് എല്ലാത്തിനെയും ബാധിക്കും. അപ്പം എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് പ്രോഡക്റ്റ് ഡൈവേഴ്സിഫൈ ചെയ്യുക എന്നുള്ളത്? എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുണ്ടെങ്കിൽ വൺ വേർഡ് ആൻസർ പറയാം. പ്രൊഡക്റ്റ് ഡൈവേഴ്സിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ പ്രൊഡക്ട്സിൽ എവല്യൂഷൻ സംഭവിച്ചിട്ടില്ലെങ്കിൽ കമ്പനി പൂട്ടും. അതാണ് അതിന്റെ തമ്പ് റൂൾ. അത് പ്രൊഡക്റ്റ് എവല്യൂഷൻ എന്ന് പറയുന്നത് ഇതിന്റെ ഒരു ഭാഗമാണ്. നിങ്ങൾ ഏത് സക്സസ്ഫുൾ ബ്രാൻഡ് എടുത്തു കഴിഞ്ഞാൽ, ഗൂഗിൾ എടുത്തു കഴിഞ്ഞാൽ, ഗൂഗിളിന്റെ സെർച്ച് എഞ്ചിൻ ആയിരിക്കില്ല ഒരു പക്ഷേ ഇപ്പോഴത്തെ അവരുടെ വിന്നിങ് പ്രൊഡക്റ്റ്. അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റിൻ്റെത് അവർ തുടങ്ങിയതായിരിക്കില്ല ഇപ്പം, ആപ്പിളിൻ്റെത് തുടങ്ങിയതല്ല ഇപ്പം, മെറ്റേൻ്റെത് തുടങ്ങിയതല്ല ഇപ്പം. മെറ്റ ഫേസ്ബുക്ക് വെച്ച് തുടങ്ങിയെങ്കിൽ പോലും ഇൻസ്റ്റാഗ്രാമിനാണ് ഇപ്പം കൂടുതൽ യൂസേഴ്സ്, അല്ലെങ്കിൽ വാട്സപ്പിനായിരിക്കും കൂടുതൽ യൂസേഴ്സിൽ. അപ്പോൾ എപ്പോഴും പ്രൊഡക്റ്റ് ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒരു കമ്പനിയുടെ സസ്റ്റൈനബിലിറ്റിനെ അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ ഫ്യൂച്ചറിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ദ മോസ്റ്റ് ക്രൂഷ്യൽ ഫാക്ടറാണ്. ഇന്റർവെല്ലിനെ സംബന്ധിച്ച് ഇന്റർവെല്ലിൽ എല്ലാ സമയത്തും പ്രൊഡക്ട്സ് ബിൽഡ് ചെയ്തിട്ടുള്ളത് കസ്റ്റമർ ട്രെൻഡ്സിനനുസരിച്ചാണ്, അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന്റെ നീഡിനനുസരിച്ചാണ്. നമ്മൾ തുടങ്ങിയത് റീഡിങ്ങും റൈറ്റിങ്ങും വെച്ചിട്ടാണ്. അത് കഴിഞ്ഞ് നമ്മൾ അക്കാഡമിക് കോഴ്സസിലേക്ക് ഇൻക്രീസ് ചെയ്ത്, അത് അക്കാഡമിക് കോഴ്സസിന്റെ നമ്പർ ഓഫ് അക്കാഡമിക് കോഴ്സസ് നമ്മൾ ഇൻക്രീസ് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ മോണ്ടിസോറി പ്രോഗ്രാംസ് സ്റ്റാർട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ എല്ലാ 6 monthsലും നമ്മൾ വിന്നിംഗ് പ്രൊഡക്ട്സ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇന്റർവെല്ലിന്റെ 2022 ഹയസ്റ്റ് പെർഫോമിംഗ് പ്രൊഡക്ട്സ് അല്ല 2023. 2023 Q1 ഉള്ളതല്ല 2023 Q4. 2024 അങ്ങനെയല്ല. ഈവൻ ഇപ്പൊ 2025 Q1 വന്നു കഴിഞ്ഞാൽ 2025 Q1 ഏറ്റവും റവന്യൂ ജനറേറ്റ് ചെയ്ത പ്രൊഡക്റ്റ് 2023 ഇല്ലായിരുന്നു. ഇറ്റ് സ്റ്റാർട്ടഡ് ഇൻ 2024. അപ്പൊ ഈ പ്രൊഡക്റ്റ് എവല്യൂഷൻ ഇന്റർവെല്ലിന്റെ ഭാഗമാണ്. അപ്പൊ അതിനൊരു റീസൺ എന്ന് പറയുന്നത് വി ഓൾവേസ് ലിസൺ ടു കസ്റ്റമേഴ്സിനെ എപ്പോഴും ലിസൺ ചെയ്യും, അവരുടെ പ്രോബ്ലംസ് മനസ്സിലാക്കും. അപ്പം നമ്മുടെ കറന്റ് പ്രൊഡക്ട്സിന് അവരുടെ പ്രോബ്ലംസ് അഡ്രസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ വി കം അപ്പ് വിത്ത് എ ന്യൂ ലൈൻ ഓഫ് പ്രൊഡക്ട്സ്. ദാറ്റ് ഈസ് വാട്ട് വി ഡു. ആ എവല്യൂഷൻ പ്രോസസ്സിന്റെ ഭാഗമായിരിക്കണം എല്ലാ കമ്പനികളും എന്നുള്ളത്. ഇപ്പം ഇന്റർവെല്ലിനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയാൻ 1-to-1 ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ, അത് എത്രത്തോളം ആക്ച്വലി പ്രാക്ടിക്കലി പോസിബിൾ ആയിരുന്നു ഇനിഷ്യൽ സ്റ്റേജിൽ? കാരണം ഇന്ന് പലപ്പോഴും നമുക്ക് ഈ ടീച്ചേഴ്സിനെ കണ്ടുപിടിക്കാനാണെങ്കിലും അല്ലെങ്കിൽ സ്റ്റുഡൻസിന് മനസ്സിലാവുന്ന രീതിയിൽ അവരെ എൻഗേജ് ചെയ്യിപ്പിച്ചുകൊണ്ട് ക്ലാസ് എടുക്കുന്ന രീതിയിലാണെങ്കിലും അങ്ങനെ ടീച്ചേഴ്സിനെ കിട്ടാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. മീൻസ് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ സ്റ്റുഡൻസ് ആഗ്രഹിക്കുന്ന രീതിയിൽ കണ്ടുപിടിക്കാൻ. അപ്പോൾ അവിടെ എങ്ങനെയാണ് ശരിക്കും ഒരു സ്റ്റുഡൻറ്റിന് ഒരു ടീച്ചർ എന്നുള്ള രീതിയിലേക്ക് ഇന്റർവെൽ ലേണിങ്ങിനെ കൊണ്ടുവരാൻ പറ്റിയത്? ബേസിക്കലി ഞങ്ങൾ ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്ന കോൺസെപ്റ്റിൽ ഉറച്ച് വിശ്വസിച്ച് അത് തന്നെ ഫോളോ ചെയ്ത് അതിലേക്ക് തന്നെ പ്രൊഡക്ട്സ് ബിൽഡ് ചെയ്തത് ഇൻവെസ്റ്റ്മെന്റ് റേസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നില്ല. ഞങ്ങൾ കുട്ടികളിൽ ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനീഷ്യലി ഞങ്ങൾ ഭയങ്കര ബേണിംഗ് ആയിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ എനിക്ക് നിങ്ങളെ കൺവിൻസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഞാൻ 200+ പിച്ചസ് ചെയ്തു എന്ന് പറഞ്ഞതിൽ 99% ഇൻവെസ്റ്റേഴ്സിനെയും എനിക്ക് ഇതിന്റെ സ്കെയിലബിലിറ്റി കൺവിൻസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് എനിക്ക് ഫണ്ട് റേസ് ചെയ്യാൻ പറ്റാഞ്ഞത്. 1% എനിക്ക് പറ്റി, അതുകൊണ്ട് എനിക്ക് ഒരു തവണ ഫണ്ട് റേസ് ചെയ്യാൻ പറ്റിയെന്നുള്ളത്. അപ്പം ഇതിന്റെ സ്കെയിലബിലിറ്റി ഒരു പക്ഷേ ഫിലോസഫിക്കലി കൺവിൻസ് ചെയ്യുന്നതിനേക്കാളും ബെറ്റർ നമ്പേഴ്സ് വെച്ചിട്ട് കൺവിൻസ് ചെയ്യുന്നതായിരിക്കും. അപ്പം ഈ ബിസിനസ് സ്കെയിലബിൾ അല്ല എന്ന് എന്നോട് ആദ്യമായിട്ട് പറയുമ്പോൾ ഞങ്ങൾക്ക് 10 ലക്ഷം രൂപയാണ് മന്ത്ലി റവന്യൂ ഉള്ളൂ. അത് 10 ലക്ഷത്തിൽ നിന്ന് കൂടി 50 lakhs ആയി, 75 lakhs ആയി, 1 crore ആയപ്പോഴും എൻ്റെ അടുത്ത് ഇൻവെസ്റ്റേഴ്സ് പറഞ്ഞിട്ടുണ്ട് ഇത് സ്കെയിലബിൾ അല്ല. 1 crore മന്ത്ലി റവന്യൂ കൂടിയിട്ട് 1.5 ആയി, 1.75 ആയി, 2 crore എത്തിയപ്പോഴും ഞാൻ പിച്ച് ചെയ്തിട്ടുണ്ട്. ആ സമയത്തും പറഞ്ഞിട്ടുണ്ട് ഇവരൊക്കെ 3 crore മന്ത്ലി റവന്യൂ കഴിഞ്ഞ സമയത്ത് എൻ്റെ അടുത്ത് ഇങ്ങോട്ട് ഇൻവെസ്റ്റ്മെന്റ് ഓഫർ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ നെക്സ്റ്റ് റൗണ്ടിലേക്ക് നമ്മളെ കൺസിഡർ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് സ്കെയിലബിലിറ്റി കൺവിൻസ് ചെയ്യാൻ ഏറ്റവും നല്ലത് ഞങ്ങളുടെ നമ്പേഴ്സ് തന്നെയാണെന്നുള്ളത്. പിന്നെ വൺ ഓഫ് ദി അതർ KPI വിച്ച് ഐ വുഡ് ലൈക്ക് ടു മെൻഷൻ ഈസ് NPS. അപ്പൊ ഈ 8x NPS ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഒരുപാട് കോമ്പറ്റീറ്റേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ ഇതിൽ റിയൽ ഇമ്പാക്ട് മെഷർ ചെയ്യാൻ പറ്റുന്ന ഒരു KPI എന്ന് പറയുന്നത് either their key happiness index or net promoter score എന്നുള്ളതാണ്. കേരളത്തിലെ എല്ലാ 8x-നേക്കാളും NPS കൂടുതലുള്ളൊരു 8x ആണ് ഇന്റർവെൽ. അതിന്റെ റീസൺ എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് അബൌട്ട്
ദ സർവീസ് വി ഗീവ്. ഞങ്ങൾ കൊടുക്കുന്ന സർവീസ് മാത്രമല്ല, അതിന് അതിൻ്റെതായിട്ടുള്ള റോൾ ഉണ്ട്. അപ്പാർട്ട് ഫ്രം ദാറ്റ്, വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് കോൺട്രിബ്യൂട്ടർ, ഐ വുഡ് സേ 40% കോൺട്രിബ്യൂട്ടർ ഈസ് 1-on-1. ആ 1-on-1 എന്ന് പറയുന്ന ബിസിനസ് മോഡലാണ് ഒരു 40% കോൺട്രിബ്യൂട്ടർ ടുവാർഡ്സ് ദി NPS. ദ റെസ്റ്റ് ഈസ് ഞങ്ങളുടെ സർവീസ് ഉണ്ട്. പിന്നെ ഞങ്ങൾക്ക് മേ ബി പുറത്തോട്ട് വിസിബിൾ ആവുന്നത് ഒരു കുട്ടി, ഒരു ടീച്ചർ, ഇത് മാത്രമാണ് സർവീസ് എന്നായിരിക്കും. ഇതിന്റെ പുറത്തേക്ക് ഞങ്ങൾക്ക് അക്കാഡമിക് മെന്റേഴ്സ് ഉണ്ട്, സബ്ജക്ട് മാറ്റർ എക്സ്പേർട്സ് ഉണ്ട്, ക്വാളിറ്റി ഓഡിറ്റേഴ്സ് ഉണ്ട്. ദർ ആർ ലൈക്ക് 10,000 സ്റ്റുഡൻസ് അറ്റൻഡിങ് ക്ലാസ് റിയൽ ടൈം. അപ്പം ഇത് റിയൽ ടൈം റാൻഡംലി ഓഡിറ്റ് ചെയ്യുന്ന, മീൻസ് ടീച്ചറും കുട്ടിയും അറിയാതെ ഓഡിറ്റ് ചെയ്യുന്ന ഓഡിറ്റേഴ്സും ഉണ്ട്. അപ്പൊ നമ്മുടെ വി ഹാവ് എ ഹോൾ സിസ്റ്റം ടു എൻഷുർ ദ ഇമ്പാക്ട്, നോട്ട് ദ സ്കെയിലബിലിറ്റി, എൻഷുർ ദ ഇമ്പാക്ട്. അതായിരുന്നു ഞങ്ങൾ ഇമ്പാക്ട് ഫോക്കസ് ചെയ്തിട്ട് ഒരു സിസ്റ്റം ബിൽഡ് ചെയ്തു. എന്നിട്ട് പിന്നെ ആ സിസ്റ്റത്തിനെ ഒപ്റ്റിമൈസ് ചെയ്തിട്ടാണ് ഞങ്ങൾ പ്രോഫിറ്റബിലിറ്റിക്ക് എത്തുന്നത്. ഞങ്ങൾ വി ആർ പ്രോഫിറ്റബിൾ, ഞങ്ങൾ ഓപ്പറേഷണലി പ്രോഫിറ്റബിൾ ആണ്, ഞങ്ങൾക്ക് മന്ത്ലി പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ ഇനീഷ്യൽ മുതലേ ബിസിനസ് മോഡൽ ബിൽഡ് ചെയ്തത് ബേസ്ഡ് ഓൺ ഇമ്പാക്ട് ആണ്. പിന്നെ നമ്മൾ അത് ഒപ്റ്റിമൈസ് ചെയ്ത് പ്രോഫിറ്റബിലിറ്റിയിലേക്ക് എത്തിച്ചതാണ്. സോ അതാണ് ഒരു വിന്നിങ് സ്ട്രാറ്റജി എന്ന് എനിക്ക് പിന്നീട് ഞങ്ങൾ റിയലൈസ് ചെയ്യുകയും ചെയ്തു. ഇപ്പോഴും നമ്മൾ പ്രൊഡക്ട്സ് ബിൽഡ് ചെയ്യുമ്പോൾ വി ബിൽഡ് പ്രൊഡക്ട്സ് ഫോർ ഇമ്പാക്ട്, വി ബിൽഡ് പ്രൊഡക്ട്സ് ഫോർ കസ്റ്റമേഴ്സ്, ദെൻ ലേറ്റർ ഒപ്റ്റിമൈസ് ഇറ്റ് ഫോർ ബിസിനസ്. പിന്നെ ഇന്റർവൽ ലേണിംഗിന്റെ ഒരു മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് 10,000+ വുമൺ ട്യൂട്ടേഴ്സിനെ ഓൺ ബോർഡ് ചെയ്തിട്ടുണ്ട്. ഇനിഷ്യലി അത് ഫൈൻഡ് ചെയ്യാൻ എത്രത്തോളം ചലഞ്ചിങ് ആയിരുന്നു? അത് ഇനീഷ്യലി ചലഞ്ചിങ് അല്ലായിരുന്നു, ഇപ്പോഴും ചലഞ്ചിങ് അല്ല എന്നുള്ളതാണ്. വി സ്റ്റിൽ ഹാവ് 40,000 പെൻഡിങ് ആപ്ലിക്കേഷൻസ്. നമുക്ക് പല സമയത്തും ഞങ്ങളുടെ ബ്രാൻഡിനോട് ചിലർക്കൊക്കെ ദേഷ്യം തോന്നുന്നതിന്റെ റീസൺ ഒക്കെ ഇതാ. അതായത് ഇവർ അപ്ലൈ ചെയ്തിട്ട് ദേ ഹാവ് ടു വെയിറ്റ് ഫോർ എ ലോങ് ടൈം. ഇത്രയും അപ്ലിക്കേഷൻസ് ഞങ്ങൾ പ്രോസസ് ചെയ്യുന്ന ആ എൻ്റയർ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഒക്കെ ഞങ്ങളിപ്പം ഫുള്ളി ടെക് വെച്ചിട്ട് ഞങ്ങൾ കുറച്ചും കൂടി ഈസി ആക്കി. പ്രോസസ്സ് ടൈം ടു ഹയറും ടൈം ടു ഫില്ലൊക്കെ ഞങ്ങൾ ഒരുപാട് റെഡ്യൂസ് ചെയ്തു. ലിറ്ററലി ലെസ് ദാൻ 24 hours ഒക്കെയാണ് ഇപ്പം ടൈം ടു ഹയർ ഒക്കെ. ബട്ട് സ്റ്റിൽ ഇത്രയും അപ്ലിക്കേഷൻസ് ഞങ്ങൾ എടുത്താലും ഞങ്ങൾക്ക് ഇത്രയും കൊടുക്കാൻ സ്റ്റുഡൻസ് ഇല്ല. 40,000 സ്റ്റുഡൻസ് ഒന്നും റിയൽ ടൈം ഞങ്ങൾക്ക് ഇന്റർവെൽ ഇല്ല. അപ്പം അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു സോഷ്യോ എക്കണോമിക്കൽ റീസൺസ് തന്നെ ആയിരിക്കും. ദർ ആർ എ ഹെൽ ലോട്ട് ഓഫ് എഡ്യൂക്കേറ്റഡ് വുമൺ ഇൻ അവർ കൺട്രി, ഒബ്വിയസ്ലി ഹയർ ഇൻ കേരള. കേരളത്തിൽ അത് ലിറ്ററലി ഹയർ ആണ്. പക്ഷെ ഇവർക്കൊന്നും നല്ല ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇല്ല. പിന്നെ ഒരു നല്ലതാണോ മോശമാണോ എന്നുള്ളത് ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവ് ആണ്. എന്നെ സംബന്ധിച്ച് അതൊരു മോശം കാര്യമാണ്. ഇവിടുത്തെ വുമണിനുള്ള ഒരു ടോപ്പ് പ്രയോറിറ്റി ഒരിക്കലും അവർക്ക് കരിയർ അല്ല, ഡ്യൂ ടു സെവറൽ റീസൺസ്. മേ ബി അവർ ജീവിച്ചു വളർന്ന സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവർ കേട്ട് മറന്ന കഥകളായിരിക്കാം, പല റീസൺസിനെ കൊണ്ട്, അല്ലെങ്കിൽ മേ ബി നമ്മുടെ സോഷ്യൽ മീഡിയ, മൂവീസിനൊക്കെ ഇതിൽ റോളുണ്ട്. ദേ ഓൾവേസ് ഗീവ് ഫസ്റ്റ് പ്രയോറിറ്റി ടു ഫാമിലി. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർക്ക് വീട് വിട്ട് പോകാൻ അല്ലെങ്കിൽ ദൂരെ പോയി വർക്ക് ചെയ്യാൻ ഇതിനൊക്കെ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. വിച്ച് ഈസ് ആക്ച്വലി എ ഗുഡ് തിങ് ഇൻ വൺ സെൻസ്. അത് ഓരോ കൾച്ചറിന്റെ ഭാഗമാണ്. നമ്മുടെ നാട്ടിലെ കൾച്ചർ അങ്ങനെ ആയതുകൊണ്ടായിരിക്കാം. ബട്ട് സ്റ്റിൽ അവരങ്ങനെ ചൂസ് ചെയ്യുമ്പം ദേ ഹാവ് ലിറ്ററലി 0 ഓപ്പർച്യൂണിറ്റീസ് ടു എക്സ്പ്ലോർ കരിയർ. അപ്പം ബേസിക്കലി നമ്മുടെ ട്യൂട്ടേഴ്സിനെ സംബന്ധിച്ച് അവർക്ക് അവരുടെ ലൈഫിൽ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് എടുക്കാനുള്ള ഒരു ഏക പ്ലാറ്റ്ഫോം ഇന്റർവെല്ല നമ്മുടെ നാട്ടിലുള്ള വുമണിനെ വെച്ചിട്ട്. അപ്പൊ അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ആയിട്ട് ഇന്റർവ്യൂവിൽ മാറാൻ പറ്റിയതിൽ ലൈക്ക് ഐ എം വെരി പ്രൗഡ്, ഐ എം വെരി ഹാപ്പി. ബട്ട് ബിസിനസ് മോഡൽ ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു ഹ്യൂജ് റിസോഴ്സസ് ഇവിടെ അവൈലബിൾ ആയതുകൊണ്ട്, ഇന്ത്യയിൽ പല സ്റ്റേറ്റ്സിലും അത് അവൈലബിൾ ആണ്. നമ്മുടെ എക്സ്പാൻഷൻ സ്ട്രാറ്റജീസും ഈസ് ബേസ്ഡ് ഓൺ ദാറ്റ്. അങ്ങനത്തെ സ്റ്റേറ്റ്സ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ട്യൂട്ടേഴ്സിനെ സോർട്ട് ചെയ്യുക, ട്യൂട്ടേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമല്ല. ട്യൂട്ടേഴ്സിന്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് ഈസ് ഈക്വലി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അതിന് നമുക്ക് നമ്മുടേതായിട്ടുള്ള മെഷേഴ്സ് ഉണ്ട്. ആസ് ഐ സെഡ്, നമുക്ക് ഹോൾ ഓഡിറ്റിംഗ് സിസ്റ്റം ഉണ്ട്, ട്യൂട്ടേഴ്സിനെ ട്രെയിൻ ചെയ്യുന്ന സിസ്റ്റം ഉണ്ട്, നമുക്ക് നമ്മുടെ ടാലന്റ് അക്വിസിഷൻ എന്ന് പറഞ്ഞൊരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അപ്പോൾ ദേ മെയിൻറ്റെയിൻ ദി ടാലൻസ്, ദേ അക്വയർ ടാലൻസ് ആൻഡ് റീറ്റെയിൻ ദി ടാലൻസ് അമംഗ് ട്യൂട്ടേഴ്സ്. ഒരു സ്റ്റാർട്ടപ്പ് ഫൗണ്ടർ എന്ന നിലയ്ക്ക് ശ്രദ്ധിക്കേണ്ട കുറച്ച് ഫൈനാൻഷ്യൽ റേഷ്യോസ് ഉണ്ടാവുമല്ലോ. ഡെഫിനറ്റ്ലി നമ്മൾ മാർക്കറ്റിംഗ് സൈഡിലോട്ട് ക്യാക്കും കാര്യങ്ങളൊക്കെ നോക്കാറുണ്ട്. ഫൈനാൻഷ്യൽ റേഷ്യോസിലോട്ട് വരുമ്പോൾ അത് എന്തൊക്കെയായിരിക്കും? കാക്ക് നമ്മൾ നോക്കുമ്പോൾ തന്നെ റേഷ്യോസിൽ കാക്ക് ടു LTV എന്ന് പറഞ്ഞൊരു റേഷ്യോ ഭയങ്കര ഇമ്പോർട്ടൻ്റ്. എട്ടെക്സ് അത് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. കാക്ക് ടു LTV റേഷ്യോ നോർമൽ അല്ല എന്നുണ്ടെങ്കിൽ യു ക്യാൻ റൺ എൻ എട്ടെക്. അത് ഏത് ബിസിനസ് ആയി കഴിഞ്ഞാലും കാക്ക് ടു LTV റേഷ്യോ ഭയങ്കര ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ഇന്റർവെല്ലിനെ സംബന്ധിച്ച് ഇന്റർവെൽ എപ്പോഴും നമുക്കൊരു 1:6 to 1:10 നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഐ വുഡ് സേ 8x ആണെന്നുണ്ടെങ്കിൽ, ബാക്കി ഇൻഡസ്ട്രിനെ കുറിച്ച് എനിക്ക് അത്ര അറിയില്ല, എസ്പെഷ്യലി B2B SaaSനെ കുറിച്ച് എനിക്ക് തീരെ അറിയില്ല. ഒരു 1:4 ഒക്കെ താഴെ പോവുകയാണെന്നുണ്ടെങ്കിൽ, കാക്ക് ടു LTV റേഷ്യോ 1:4 താഴെ പോവുകയാണെന്നുണ്ടെങ്കിൽ ലിറ്ററലി അവിടെ എന്തൊക്കെയോ പ്രശ്നമുണ്ട്. അപ്പോൾ എയ്തർ യു ആർ ഓവർ സ്പെൻഡിങ് അല്ലെങ്കിൽ യു ഡോണ്ട് ഹാവ് എ PMF. അതാണ് അതിൻ്റെ റീസൺ. ആൻഡ് 1:10 പുറത്തോട്ട് പോയി കഴിഞ്ഞാലും യു ആർ അണ്ടർ സ്പെൻഡിങ്. ലൈക്ക് നമ്മൾ മാർക്കറ്റ് സ്പെൻഡ് നമ്മൾ ചെയ്യേണ്ടതിനേക്കാളും കുറവാണ് നമ്മൾ
സ്പെൻഡ് ചെയ്യണം എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ CAC to LTV റേഷ്യോ ക്യാൻ ബി എ ക്രൂഷ്യൽ ഫാക്ടർ ഇൻ ഡിസൈനിങ് സസ്റ്റൈനബിലിറ്റി ആൾസോ. നിങ്ങൾ സസ്റ്റൈനബിൾ ആയിട്ടാണ് ബിസിനസ് റൺ ചെയ്യുന്നത് എന്നുള്ളത് ഫാക്ടർ. അപ്പം നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഓപ്പറേഷണലി പ്രോഫിറ്റ് ആവാനും വേണ്ടിയിട്ട് നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ് നമ്മൾ എടുക്കുന്നത് CAC to LTV ആണ്. CAC to LTV ഈ ഒരു മാർജിൻ്റെ ഉള്ളിലാണെങ്കിലാണ് നമുക്ക് നെക്സ്റ്റ് ക്വാർട്ടറിലേക്ക് പ്രോഫിറ്റബിലിറ്റി എൻഷുർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ CAC to LTV ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഒബ്വിയസ്ലി നെറ്റ് പ്രോഫിറ്റ്. അപ്പോൾ നെറ്റ് പ്രോഫിറ്റിൽ ഇറ്റ്സ് എ ഡിബേറ്റബിൾ ടോപ്പിക് അഗെയിൻ. എല്ലാവരും ഡിബേറ്റ് ചെയ്യുന്ന ടോപ്പിക്കാണ് പ്രോഫിറ്റബിലിറ്റി ഒരു ഫാക്ടർ ആണോ എന്നുള്ളത്. എന്നെ സംബന്ധിച്ച് പ്രോഫിറ്റബിലിറ്റി ഫാക്ടർ തന്നെയാണ്. പ്രോഫിറ്റബിലിറ്റി ഈസ് എ ഇൻഡിക്കേറ്റർ ദാറ്റ് ഷോസ് യുവർ ബിസിനസ് ഈസ് സസ്റ്റൈനബിൾ. അപ്പം പ്രോഫിറ്റബിൾ ആവാനും വേണ്ടിയിട്ട് നമ്മൾ ഗ്രോത്തിനെ ഹിൻഡർ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ വുഡ് സേ നോ. അപ്പം ഗ്രോത്ത് വേഴ്സസ് പ്രോഫിറ്റബിലിറ്റി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വൺ തമ്പ് റൂൾ വിച്ച് ഐ ഫോളോ ഈസ് റൂൾ ഓഫ് 50. റൂൾ ഓഫ് 50 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ CAGR കോമ്പൗണ്ടഡ് ആനുവൽ ഗ്രോത്ത് റേറ്റ് പ്ലസ് പ്രോഫിറ്റബിലിറ്റി ഷുഡ് ബി 50%. അപ്പം എൻ്റെ കമ്പനി 100% ഗ്രോത്ത് ഉണ്ട്, -50 ആണ് നെറ്റ് പ്രോഫിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഗുഡ്. എന്നെ സംബന്ധിച്ച് ഇറ്റ്സ് ഗുഡ്. അല്ലെങ്കിൽ 50% പ്രോഫിറ്റ് ഉണ്ട് ബട്ട് അല്ലെങ്കിൽ ഒരു 30% പ്രോഫിറ്റ് ഉണ്ട് ആൻഡ് ദർ ഈസ് 20% കോമ്പൗണ്ടഡ് ആനുവൽ ഗ്രോത്ത് റേറ്റ് ആൾസോ, ദെൻ ആൾസോ ഇറ്റ് ഈസ് ഗുഡ്. അല്ലെങ്കിൽ ഇതിൻ്റെ രണ്ടിൻ്റെയും ഒരു സമ്മ് 50% താഴെ വരികയാണെങ്കിൽ മാത്രം, സോ ലെറ്റ്സ് സേ യു ഹാവ് 30% ഗ്രോത്ത് ആൻഡ് യു ഹാവ് എ -20% നെറ്റ് പ്രോഫിറ്റ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദർ ഈസ് സം പ്രോബ്ലം, യു ഹാവ് ടു പിവോട്ട്. അതാണ് അതിൻ്റെ തമ്പ് റൂൾ. അപ്പോൾ ആ റൂൾ ഓഫ് 50 മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ പ്രോഫിറ്റബിലിറ്റി ഓർ ഗ്രോത്ത് ബോത്ത് ആർ നോട്ട് എ ഫാക്ടേഴ്സ്. ആ റൂൾ 50% ഇത് എല്ലാ ബിസിനസ്സിലും 50 എന്നല്ല, എൻ്റെ ബിസിനസ്സിൽ ഞാൻ 50 ആണ് ഫോളോ ചെയ്യാറ്. ഇഫ് 30 or 40 ഉണ്ടെങ്കിൽ ഇറ്റ്സ് ഗുഡ്. ബിസിനസ് മോഡൽ മാറുന്നതിനനുസരിച്ച് ഈ റേഷ്യോ മാറും. ബട്ട് ഇതിൻ്റെ രണ്ടിൻ്റെ ഒരു സം എപ്പോഴും ഉണ്ടാവുന്നത് നന്നായിരിക്കും, ഗ്രോത്തും പ്രോഫിറ്റബിലിറ്റിയും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ. അപ്പം ഞങ്ങളുടെ ബിസിനസ്സിന് ഒരു ഫേസിൽ ഞാൻ പ്യൂർലി ഗ്രോത്ത് ആയിരുന്നു, ഇപ്പം ഞാൻ ഗ്രോത്ത് പ്ലസ് പ്രോഫിറ്റബിലിറ്റി ആണ്. മേ ബി ഇനിയൊരു സമയത്ത് പ്രോഫിറ്റബിലിറ്റി മാത്രമായിരിക്കും ഇഫ് യു ആർ എയിമിങ് ഫോർ IPO ആൻഡ് ഓൾ. അപ്പം ഇതാണ് മറ്റൊരു റേഷ്യോ ഐ വുഡ് സജസ്റ്റ്. ഇനിഷ്യലി എന്തായാലും കുറേ ഫൈനാൻഷ്യൽ മിസ്റ്റേക്സ് ഉണ്ടാക്കിയിട്ടുണ്ടാവുമല്ലോ, എന്തൊക്കെയായിരുന്നു? റിഗാർഡിങ് ഫണ്ട് റേസിങ്, നമ്മൾ ഫണ്ട് റേസ് ചെയ്യുമ്പം നമ്മൾ ആദ്യം ഫണ്ട് റേസ് ചെയ്യാൻ ശ്രമിക്കുമ്പം എന്തിനാണ് ഈ ഫണ്ട് റേസ് ചെയ്യുന്നത് എന്നുള്ള ചോദ്യത്തിന് വ്യക്തമായിട്ടുള്ള ഉത്തരം നമുക്കില്ലായിരുന്നു. അപ്പോൾ അത് നമുക്ക് ഒരുപാട് ബാക്ക് ഫയർ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് പിച്ചിങ്ങിലൊക്കെ. അപ്പോൾ അത് ഒരു തമ്പ് റൂളാണ്. അതായത് നമുക്ക് എന്തിനാണ് ഫണ്ട് എന്നുള്ളതും എത്ര ഫണ്ട് വേണം എന്നുള്ളതും കറക്റ്റായിട്ട് ഫോർകാസ്റ്റ് ചെയ്യാൻ പറ്റണം. അതൊരു കൺസൾട്ടന്റിനെയോ ഏജൻസിയോ വെച്ച് ഫോർകാസ്റ്റ് ചെയ്യുന്നതല്ല. ബിക്കോസ് യുവർ ബിസിനസ് ഈസ് യുവർ ഡേ ടു ഡേ ഡിസിഷൻസ്. അപ്പം നാളെ എന്തിനാണ് ഫണ്ട് എന്നുള്ളത് നാളത്തെ നമ്മുടെ ഡേ ടു ഡേ ഡിസിഷൻസിനനുസരിച്ച്. അപ്പം നാളത്തെ നമ്മുടെ ഡേ ടു ഡേ ഡിസിഷൻസ് നമുക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പം അതിൻ്റെ ബേസിസിൽ നമുക്ക് ഒരു ഫോർകാസ്റ്റ് വേണം. ആ ഫോർകാസ്റ്റ് കുറച്ചും കൂടെ പ്രിസൈസ് ആവാനും വേണ്ടിയിട്ടുള്ള ആക്ഷൻ പ്ലാൻ വേണം. അപ്പം അത്രയും വർക്കൗട്ട് ചെയ്തിട്ടായിരിക്കണം ആ ഫോർകാസ്റ്റ് ബിൽഡ് ചെയ്യുന്നത്. അങ്ങനെ വേണം നമ്മൾ ഫണ്ട് റേസ് ചെയ്യാൻ പോകാനൊക്കെ. അപ്പോൾ ഇനീഷ്യലി നമ്മൾ ചെയ്തിട്ടുള്ളൊരു മിസ്റ്റേക്ക് അതായിരുന്നു. അല്ലാതെ അക്കൗണ്ട്സിലൊന്നും നമ്മൾ അങ്ങനെ വലിയ മിസ്റ്റേക്സ് ഒന്നും വരുത്തിയിട്ടില്ല. ആസ് ഐ സെഡ്, വി ഹാവ് ദ പ്രിവിലേജ് ഓഫ് ഹാവിങ് എ co-founder ഫ്രം ദി കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട്. അപ്പം പേപ്പേഴ്സിലും ബുക്സിലൊന്നും നമുക്ക് അങ്ങനത്തെ വലിയ മിസ്റ്റേക്സ് വന്നിട്ടില്ല. ഈ ഒരു മിസ്റ്റേക്സ് മാത്രമാണ് നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് റേസിംഗ് സമയത്ത് നമ്മൾ ഫിനാൻഷ്യൽ ഫോർകാസ്റ്റിംഗിൽ കുറച്ച് മോശമായിരുന്നു എന്നുള്ളൊരു മിസ്റ്റേക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ഐഡന്റിഫൈ ചെയ്തപ്പോൾ നമ്മൾ ഫണ്ട് റേസ് ചെയ്യാൻ നിന്നില്ല. കാരണം നമുക്ക് ഫണ്ട് റേസിംഗിന്റെ ആവശ്യമില്ല എന്ന് മനസ്സിലായി. 2 വിന്നിംഗ് പ്രൊഡക്ട്സ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ആ ഒരു സമയത്തൊക്കെ നമുക്കൊരു 40-50 lakhs ഉണ്ട് മന്ത്ലി റവന്യൂ. അപ്പം നമുക്കൊരു 2 വിന്നിംഗ് പ്രൊഡക്ട്സ് ബിൽഡ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ വി കുഡ് മേക്ക് 20-30 lakhs മന്ത്ലി പ്രോഫിറ്റ്. അപ്പം നമുക്കൊരു 6 monthലേക്കൊക്കെ മേ ബി 1 crore ഒക്കെ നമുക്ക് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ എന്തിനാ ഫണ്ട് റേസ് ചെയ്യുന്നുള്ള റിയാലിറ്റിയിലേക്ക് നമ്മൾ തന്നെ എത്തി. പിന്നെ ഒരു പോയിന്റിൽ വി വർ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു ക്വാർട്ടറിലാണ് ആക്ച്വലി ഞങ്ങൾ ഫണ്ട് റേസ് ചെയ്യുന്നത്. ആ സമയത്ത് നമുക്ക് ഹെവി ആയിട്ട് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാനും വേണ്ടിയിട്ട്, അത് ഗ്ലോബലി എക്സ്പാൻഡ് ചെയ്യാനും വേണ്ടിയിട്ട് നമുക്ക് ഈ ഫണ്ട് സഹായിച്ചു എന്നുള്ളതാണ്. ഇനി നെക്സ്റ്റ് ഒരു സ്റ്റാർട്ടപ്പ് പ്ലാൻ ഉണ്ടെങ്കിൽ അതെന്തായിരിക്കും? ഞാൻ അങ്ങനെ പ്ലാൻ ഒന്നും ആലോചിച്ചിട്ടില്ല. where do you see yourself in 10 years എന്നുള്ള ചോദ്യത്തിനൊന്നും എൻ്റെ അടുത്ത് ഉത്തരമില്ല. അങ്ങനെ ഒന്നും ചോദിക്കരുത്. ഇന്റർവെല്ലിന്റെ പ്ലാൻസ് ആണ് എപ്പോഴും എൻ്റെ മൈൻഡിലുള്ളത്. ഇന്റർവെൽ എങ്ങോട്ടൊക്കെ ഡൈവേഴ്സിഫൈ ചെയ്യണം, ഇന്റർവെൽ എങ്ങോട്ടൊക്കെ കൊണ്ടുപോകണം എന്നുള്ളത്. ബട്ട് ഇഫ് യു ആസ്ക് മീ വാട്ട് വുഡ് യു ഡു, ഐ വുഡ് സേ എനിക്ക് അപ്സ്കില്ലിംഗ് ഏരിയയിൽ K12 അതുപോലെ തന്നെ K12 പുറത്തൊക്കെ അപ്സ്കില്ലിംഗ് ഏരിയാസിൽ കുറച്ച് ചെയ്യണമെന്നുണ്ട്. ബിക്കോസ് ഐ സി എ ഹ്യൂജ് സ്പേസ്. നമ്മുടെ കുട്ടികളൊക്കെ അക്കാഡമിക്കലി ഭയങ്കര അടിപൊളിയായിരിക്കും, പക്ഷെ ഒരു കരിയർ ബിൽഡ് ചെയ്യാനുള്ള സ്കിൽസ് ഇവർക്ക് ഇല്ല എന്നുള്ളത് ഡെയിലി റിയലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലക്ക് അവിടെ ഭയങ്കര വേർഡ് സ്പേസ് കാണുന്നുണ്ട്. സോ ഐ വുഡ് ഡു സംതിങ് ഓവർ ദേർ. അത് എന്തെന്നുള്ളത് ഐഡിയ ഇല്ല. ഐ ഹാവ് നെവർ തോട്ട് അബൌട്ട് ദാറ്റ്. ഇപ്പോൾ നമ്മളുടെ സ്റ്റുഡൻസിനാണല്ലോ കൂടുതലും K12 ആ ഒരു ഏജ് കാറ്റഗറിയിലുള്ള ആൾക്കാർക്കാണല്ലോ നമ്മുടെ പ്രൊഡക്റ്റ്. അതിൻ്റെ അപ്പുറത്തേക്ക്
അക്കാഡമിക്സ് അല്ലാണ്ട് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള പ്രൊഡക്ട്സോ സർവീസസോ ഉണ്ടോ? യെസ്, നമ്മൾ ഒരുപാട് ലാംഗ്വേജസ് പഠിപ്പിക്കുന്നുണ്ട്. സോ ഇന്ത്യയിൽ ബേസിക്കലി ലാംഗ്വേജസ് പഠിക്കുന്നത് അവർ അക്കാഡമിക് നീഡ്സിന് വേണ്ടിയിട്ട് തന്നെയാണ്. പക്ഷേ ഇന്ത്യയുടെ പുറത്തൊക്കെ ഒരുപാട് ലാംഗ്വേജസ് പഠിക്കണം എന്നുള്ളതുകൊണ്ട് ലാംഗ്വേജ് പഠിക്കുന്നുണ്ട്. സോ വി ആർ ഡൂയിങ് ഫ്രഞ്ച്, സ്പാനിഷ്, ജർമ്മൻ, അതുപോലെ തന്നെ ഇന്ത്യയിലുള്ള കുറച്ച് റീജിയണൽ ലാംഗ്വേജസ് ഒക്കെ നമ്മൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ദാറ്റ് ഈസ് വൺ തിങ്. അപ്പാർട്ട് ഫ്രം ദാറ്റ് നമ്മൾ ചെറിയ കുട്ടികളിലാണ് ഒരുപാട് എക്സ്പീരിയൻസ് നടത്തുന്നത്. കാരണം അവർക്ക് സൊസൈറ്റിയിൽ പ്രഷർ ഇല്ല. ഇത്ര മാർക്സ് മേടിക്കണം, അല്ലെങ്കിൽ 10th മാർക്ക് മേടിച്ചാലേ +1 അഡ്മിഷൻ കിട്ടുള്ളൂ, +2 മാർക്ക് മേടിച്ചു കഴിഞ്ഞാൽ കോളേജിൽ അഡ്മിഷൻ കിട്ടുള്ളൂ. ഇത്തരം പ്രഷറൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എക്സ്പീരിയൻസ് നടത്താൻ എപ്പോഴും ചെറിയ കുട്ടികളാണ് നല്ലത്. അപ്പോൾ അവിടെ നമ്മൾ ഒരുപാട് നമ്മൾ റിയൽ ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ഉള്ള ഒരുപാട് കോഴ്സസ് നമ്മൾ ഓൺലൈനായിട്ട് ചെയ്യുന്നുണ്ട്. ബേബി ഷെഫ് എന്ന് പറഞ്ഞൊരു കോഴ്സ് ഉണ്ട്. നമ്മൾ കൾണറി ആർട്സ് കുക്കിംഗ് പഠിപ്പിക്കും, നോൺ ഫ്ലെയിം കുക്കിംഗ്. അത് നമ്മൾ 2.5 വയസ്സ് മുതൽ 6.5 വയസ്സ് വരെയുള്ള കുട്ടികൾ അത് പഠിപ്പിക്കുന്നുണ്ട്. 4 വയസ്സ് മുതൽ 10 വയസ്സ് വരെയുള്ള കുട്ടികളെ നമ്മൾ ക്രാഫ്റ്റ് പഠിപ്പിക്കുന്നുണ്ട്. വി ഹാവ് സ്റ്റാർട്ടഡ് മ്യൂസിക് ആൻഡ് ഡാൻസ്. ഇതൊക്കെ നമ്മളൊരു പൈലറ്റ് റൺ എന്ന പോലെ വെസ്റ്റേൺ മാർക്കറ്റിൽ മാത്രം ചെയ്യുന്നുണ്ട്, ഇന്ത്യയിൽ നമ്മൾ ചെയ്യുന്നില്ല ഈ ഡാൻസും മ്യൂസിക്കും ഒന്നും. അതുപോലെ തന്നെ ദെൻ വി ഹാവ് ട്രൈഡ് ഫൈനാൻഷ്യൽ ലിറ്ററസി നമ്മൾ ചെറിയ കുട്ടികളിൽ കുറച്ച് ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ കൊണ്ടുവരുന്ന രീതിയിലുള്ള അതൊരു ഹാബിറ്റ് ഫോമിങ് രീതിയിൽ മാറ്റാൻ പറ്റുമോ എന്നുള്ള രീതിയൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പ്രൊഡക്ട്സ് ബിൽഡ് ചെയ്തിട്ട് അത് നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരുപാട് നോൺ അക്കാഡമിക് കോഴ്സസ് നമ്മൾ ട്രൈ ഔട്ട് ചെയ്യുന്നുണ്ട്. ബട്ട് മോസ്റ്റ് ഓഫ് ദി കോഴ്സസ് ആർ നോട്ട് അവൈലബിൾ ഇൻ ഇന്ത്യ ഡ്യൂ ടു ദി മാർക്കറ്റ് കണ്ടീഷൻസ് എന്നുള്ളതാണ് സത്യാവസ്ഥ. ഇപ്പൊ ഈ പ്രോഡക്റ്റിന്റെ കേസ് പറഞ്ഞല്ലോ, കറന്റ് എത്ര പ്രൊഡക്ട്സ് ഉണ്ടാവും? വി ഹാവ് 1000+ പ്രൊഡക്ട്സ്. നമ്മൾ പ്രൊഡക്റ്റ് കാറ്റഗറീസ് പറയുകയാണെങ്കിൽ ദർ വുഡ് ബി 7-8 പ്രൊഡക്റ്റ് കാറ്റഗറീസ്. അത് ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഓരോ ഇപ്പം 2 കുട്ടികൾ വന്നു 10th ക്ലാസ്സിൽ, 2 കുട്ടികൾക്ക് മാത്സ് വേണം. പക്ഷെ 2 കുട്ടികൾക്കും നമ്മൾ ഒരേ കോഴ്സ് അല്ല കൊടുക്കുക. നമ്മൾ അവരുടെ പേസ് ഓഫ് ലേണിംഗ്, അവരുടെ മെത്തേഡ് ഓഫ് ലേണിംഗ്, അതുപോലെ തന്നെ അവരുടെ ഫൗണ്ടേഷൻ ലെവൽ നോളജ്, ഇതൊക്കെ കൺസിഡർ ചെയ്തിട്ട് നമ്മൾ കസ്റ്റം കോഴ്സസ് ബിൽഡ് ചെയ്യാം. അപ്പോൾ അങ്ങനെ കസ്റ്റം കോഴ്സസ് ബിൽഡ് ചെയ്യാൻ നമുക്ക് നമ്മുടേതായിട്ടുള്ള പ്രോസസ്സ് ഉണ്ട്. സോ ദർ ആർ ലൈക്ക് 1000+ കോഴ്സസ് which we give to students from 7 to 8 categories. ഇനിഷ്യലി മലപ്പുറം പോലുള്ള ഒരു റൂറൽ സെറ്റിങ്ങിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ ചലഞ്ചസ് ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു? എല്ലാ കാര്യത്തിലും ചലഞ്ച് ചെയ്യുന്നത്. ഒരു ബിസിനസിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് പീപ്പിൾ, പ്രോസസ്, ടെക്, ഇതൊക്കെയാണ്. ഈ എല്ലാ വിഷയത്തിലും ഞങ്ങൾ ചലഞ്ചസ് ഫേസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അത് പ്രോസസ്സ് ഡെവലപ്പ് ചെയ്യാനും വേണ്ടിയിട്ട് അല്ലെങ്കിൽ പ്രൊഡക്ട്സ് ബിൽഡ് ചെയ്യാനും വേണ്ടിയിട്ട് നമുക്ക് കസ്റ്റമേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യാൻ ഇനിഷ്യലി ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം എന്തും ട്രൈ ഔട്ട് ചെയ്യുന്ന ഒരു കസ്റ്റമർ ക്യാരക്ടറിസ്റ്റിക്സ് ഒന്നും അവിടെ ഇല്ല, ആ നാട്ടിലില്ല. അതുപോലെ തന്നെ ടാലൻസിനെ ഐഡന്റിഫൈ ചെയ്യാൻ ഇനിഷ്യലി ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ടെക് ബിൽഡ് ചെയ്യാനും വേണ്ടിയിട്ട് നല്ല ഡെവലപ്പേഴ്സിനെ നമുക്ക് അവിടെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് എല്ലാം നമ്മൾ അവിടെ ഫേസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതിനെല്ലാം നമുക്ക് സൊല്യൂഷൻസ് ആ സിറ്റി തന്നെ തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ആ പ്ലേസ് തന്നെ തന്നിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ ഇനീഷ്യൽ ഡെവലപ്പേഴ്സൊക്കെ നമുക്ക് ആ നാട്ടിലുള്ള ഡെവലപ്പേഴ്സ് തന്നെ പല കമ്പനിയിൽ ഇൻഫോസിസിലും TCSലൊക്കെ വർക്ക് ചെയ്യുന്നവർ ആ കോവിഡ് സമയത്ത് വർക്ക് ഫ്രം ഹോമിൽ വന്നല്ലോ, അങ്ങനെ ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കസ്റ്റമേഴ്സിനെ ഞങ്ങൾ ആക്ച്വലി ഡോർ ടു ഡോർ ഒക്കെ ചെയ്തിട്ടാണ് നമുക്ക് ഫസ്റ്റ് കസ്റ്റമേഴ്സിനെ കിട്ടിയിട്ടുള്ളത്. അപ്പം അവരെല്ലാവരും പേ ചെയ്യാൻ തയ്യാറായിരുന്നു. ഈവൻ ചോദിച്ചതിനേക്കാളും കൂടുതൽ പേ ചെയ്ത കസ്റ്റമേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതൊന്നും വേറെ എവിടെയും പോസിബിൾ അല്ല. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നമ്മളായതുകൊണ്ട് മാത്രം പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് പ്രൊഡക്ട്സ് ട്രൈ ഔട്ട് ചെയ്യാനും അതിനെ ഇറ്ററേറ്റ് ചെയ്യാനൊക്കെ നമുക്ക് ആ നാട് തന്നെ നമ്മളെ സഹായിച്ചിട്ടുണ്ട്. പിന്നെ ഫണ്ട് റൈസിങ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട്സും നമ്മുടെ റിലേറ്റീവ്സ് ഒക്കെ നമുക്ക് ഒരുപാട് ഡെപ്റ്റ് ഒക്കെ തന്നിട്ട് നമ്മളെ ഇനീഷ്യലി സഹായിച്ചിട്ടുണ്ട് ഓഫീസ് സ്പേസ് സെറ്റ് ചെയ്യാനൊക്കെ. അപ്പം ഇതൊക്കെ തന്നെയാണ് നോർമലി എല്ലാ ബിസിനസ്സും ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് തന്നെ കുറച്ച് ഹയർ ഇൻറ്റൻസിൽ ഞങ്ങൾ റൂറൽ സ്പേസിലായതുകൊണ്ട് ഞങ്ങൾ ഫേസ് ചെയ്തു. ബട്ട് യു ആർ ഏബിൾ ടു സോർട്ട് ഇറ്റ് ഔട്ട്. പിന്നെ ടാലൻസിനെയാണുള്ളത്. ടാലൻസ് നാട്ടിലുണ്ടെന്ന് ഞങ്ങൾക്ക് നല്ലപോലെ അറിയായിരുന്നു. കാരണം ഞങ്ങളുടെ നാട് അങ്ങനെയാണ്, ഞങ്ങൾക്ക് അവിടെ ടാലൻസ് ഉണ്ട് എന്നുള്ളത് ഞങ്ങൾ കോൺഫിഡൻറ്റ്. പക്ഷേ അതെങ്ങനെ കണ്ടുപിടിക്കണമെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ഞാൻ വി സോർട്ടഡ് ഇറ്റ് ഔട്ട്. ഇന്റർവൽ ലേണിംഗിന്റെ ഒരു ഫ്യൂച്ചർ പ്ലാൻ എന്തായിരിക്കും? അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിൽ എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് കൊണ്ടുവരാനുള്ള എന്തെങ്കിലും ഒരു പ്ലാൻ ഉണ്ടോ? നമ്മൾ എല്ലാം വ്യത്യസ്തമായിട്ട് തന്നെയാണ് ഇപ്പോഴും ചെയ്യുന്നത്. നമ്മുടെ ഒരു അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറയുന്നത് ഒരു കുട്ടിയുടെ ആസ്പിറേഷൻസ് മനസ്സിലാക്കാനുള്ള ഒരു എൻവയോൺമെന്റ് വേണം, ആ കുട്ടിയുടെ ഡ്രീംസ് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു എൻവയോൺമെന്റ് വേണം, ആ കുട്ടിക്ക് അത് അച്ചീവ് ചെയ്യാനുള്ള ഒരു എൻവയോൺമെന്റ് വേണം. ഇതൊക്കെയാണ് ഞങ്ങളുടെ ആഗ്രഹങ്ങൾ ഫിലോസഫിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം അതിനു വേണ്ടിയിട്ടാണ് നമ്മളെ കോഴ്സസ് ഒക്കെ നമ്മളിപ്പോൾ ബിൽഡ് ചെയ്യുന്നത്. അപ്പം ബേസിക്കലി അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന എന്ത് കൈൻഡ് ഓഫ് ഡൈവേഴ്സിഫിക്കേഷൻസും നമ്മൾ ചെയ്യും. അത് അപ്സ്കില്ലിംഗ് ആയി കഴിഞ്ഞാലും ഈവൻ കുട്ടികളുടെ ആസ്പിറേഷൻസ് മനസ്സിലാക്കി അത് ഡെവലപ്പ് ചെയ്ത് അവരതിലേക്ക് എത്തിക്കാൻ ഓഫ്ലൈൻ സെന്റേഴ്സ് റെലവെന്റ് ആണെന്ന് ഏതെങ്കിലും പോയിന്റ് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ഓഫ്ലൈൻ സെന്റേഴ്സും ചെയ്യും. ഇപ്പം ഏർലി സ്റ്റേജിൽ ക്യാപിറ്റൽ മീൻസ് ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം അതെങ്ങനെ മാനേജ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ? ഇനീഷ്യലി ഇന്റർവെലിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്റർവെലിന് ക്യാപിറ്റൽ അല്ലായിരുന്നു, റവന്യൂ ആയിരുന്നു ഇനീഷ്യലി ക്യാപിറ്റൽ.
അപ്പോൾ നമ്മൾ എല്ലാ സമയത്തും ഡേ 1 മുതൽ നമ്മൾ റവന്യൂ ജനറേറ്റിംഗ് ആണ്. അപ്പോൾ നമുക്ക് എപ്പോഴൊക്കെ കൂടുതൽ ക്യാപിറ്റൽ വേണോ അപ്പോഴൊക്കെ ഞങ്ങൾ കൂടുതൽ സെയിൽസ് ചെയ്യും, കൂടുതൽ ക്യാപിറ്റൽ ജനറേറ്റ് ചെയ്യും. അങ്ങനെയാണ് ഞങ്ങളുടെ ബിസിനസ് ഇവോൾവ് ആയിട്ടുള്ളത്. അപ്പം അങ്ങനെ ഒരുപാട് ക്യാപിറ്റൽ കയ്യിൽ വെച്ചിട്ട് തുടങ്ങിയിട്ടുള്ളൊരു ബിസിനസ് അല്ല ഉണ്ടാവും. ലിറ്ററലി നമുക്ക് പറയാം 0 amounts, few thousands ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ഇനീഷ്യലി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അത് തന്നെ ഇനീഷ്യലി പോസ്റ്റർ അടിക്കാൻ, പിന്നെ ഒരു ഓഫീസ് സ്പേസ് റെന്റ് ഔട്ട് ചെയ്യാൻ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു 10-25,000 രൂപയൊക്കെ മാക്സിമം നമുക്ക് സ്പെൻഡ് ആയിട്ടുണ്ടാവുള്ളൂ. അപ്പം അങ്ങനെ ഒരു ക്യാപിറ്റൽ വെച്ചിട്ട് തുടങ്ങിയൊരു ബിസിനസ് അല്ല ഇൻട്രോയിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ക്യാപിറ്റൽ ഇനീഷ്യലി എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളത് ആധികാരികമായിട്ട് സംസാരിക്കാൻ എനിക്ക് കഴിയില്ല. കാരണം ഞാൻ അങ്ങനെ ഒരു ക്യാപിറ്റൽ ഞാൻ മാനേജ് ചെയ്തിട്ടില്ല. ഞങ്ങൾ ക്യാഷ് ഇൻഫ്ലോ ആൻഡ് ക്യാഷ് ഔട്ട്ഫ്ലോ ആണ് ഞങ്ങൾ ഇനീഷ്യലി മാനേജ് ചെയ്തത്. എനിക്ക് തോന്നുന്നത് ഇഫ് യു ഹാവ് ലൈക്ക് ഒരു നമ്മൾ എൻ്റെ കയ്യിലുള്ള ക്യാപിറ്റലിനെ 100% ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ യു ഷുഡ് ഫോക്കസ് ഓൺ spending 50% for building the product and building the process. ആ പ്രൊഡക്റ്റും പ്രോസസ്സുകളും ബിൽഡ് ചെയ്യാനും വേണ്ടിയിട്ട് ഒരു 50% സ്പെൻഡ് ചെയ്യാം. ആൻഡ് 30% ഫോർ സ്റ്റോറി ടെല്ലിംഗ്. സ്റ്റോറി ടെല്ലിംഗ് മീൻസ് നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള സ്റ്റോറി, ആ പ്രൊഡക്റ്റ് ആൾക്കാരിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റിനെ കുറിച്ച് സ്റ്റോറി, ബേസിക്കലി മാർക്കറ്റിംഗ്. ആ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് 30% സ്പെൻഡ് ചെയ്യാം. ആൻഡ് 10% എപ്പോഴും നമ്മൾ റിസർച്ചിന് വേണ്ടിയിട്ട് മാറ്റി വെക്കണം. നമുക്ക് പുതിയ പ്രൊഡക്ട്സ് അപ്പോഴേ നമുക്ക് അതിനുള്ള സ്പേസ് ഉണ്ടാവുള്ളൂ. മറ്റേ നമ്മളൊരു പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്ത് എല്ലാം അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇന്നോവേഷൻസിനുള്ള സ്പേസ് ഇല്ലാതായി മാറും, മീൻസ് അതിനുള്ള ക്യാപിറ്റൽ ഇല്ലാതായി മാറും. അപ്പോൾ ഒരു 10% എപ്പോഴും ആ ഇന്നോവേഷനും വേണ്ടിയിട്ട് മാറ്റി വെക്കുക, പുതിയ പ്രൊഡക്ട്സ് ട്രൈ ഔട്ട് ആയി. ആൻഡ് ഒരു 10% കോണ്ടിൻജൻസി ഫണ്ടായിട്ട്, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആവശ്യം വന്നു കഴിഞ്ഞാൽ എടുക്കാനുള്ള ഒരു ഫണ്ടായിട്ട് അവിടെ മാറ്റി വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു 100 rupees ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ കയ്യിലുള്ള ക്യാപിറ്റൽ 100% ആക്കി പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് വുഡ് ബി മൈ റേഷ്യോസ്. ഇവിടെ ഇപ്പോൾ ഇന്റർവൽ ലേണിംഗിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ കസ്റ്റമർ അല്ല പേ ചെയ്യുന്നത്, അതൊരു വലിയൊരു ഡിഫറൻസ് ആണല്ലോ. അപ്പം ആ സമയത്ത് നമുക്കൊരിക്കലും ഈവൻ സ്റ്റുഡൻസിന് അത് ഓക്കെ ആണെങ്കിൽ പോലും നമ്മൾ കൺവിൻസ് ചെയ്യേണ്ട അവരുടെ പാരൻസിനെയാണ്. ഇനിഷ്യൽ സ്റ്റേജിൽ എങ്ങനെയായിരുന്നു ഈ സ്റ്റുഡൻസിനെ അല്ലെങ്കിൽ പാരൻസിനെ കൺവിൻസ് ചെയ്തിരുന്നത്? ഇത് പല ആൾക്കാരും പറയുന്നത് ബിസിനസ്സിലെ ഒരു വലിയ ഡിസഡ്വാൻറ്റേജ് ആണ് ഇത് എന്നുള്ളതാണ്. കൺസ്യൂമേഴ്സും കസ്റ്റമേഴ്സും രണ്ടും ഡിഫറെൻ്റ് ആവണം എന്നുള്ളത്. നമുക്കത് ഒരുപാട് പോയിന്റിൽ തോന്നിയിട്ടുണ്ട്. ബട്ട് നമുക്കത് ഒരു സമയം കഴിഞ്ഞ് പിന്നെ അത് ഭയങ്കര അഡ്വാൻറ്റേജ് ആയിട്ട് മാറി. അപ്പോൾ അഡ്വാൻറ്റേജ് എങ്ങനെയാണെന്നുള്ളതിലേക്ക് ഞാൻ കിടക്കുന്നില്ല. ഞാൻ ചോദ്യത്തിന് ആൻസർ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പാരൻസിൻ്റെ അടുത്ത് കൺവേ ചെയ്യുന്ന കാര്യങ്ങളും സ്റ്റുഡൻസിൻ്റെ അടുത്ത് കൺവേ ചെയ്യുന്ന കാര്യങ്ങളും രണ്ടും ഡിഫറെൻ്റ് ആണ്. സോ വി ഹാവ് അവർ ഓൺ സിസ്റ്റം ടു ഐഡന്റിഫൈ വാട്ട് ആർ ദി എക്സ്പെക്ടേഷൻസ് ഓഫ് ദി കസ്റ്റമേഴ്സ്. കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേയിങ് കസ്റ്റമേഴ്സ്. അതായത് പാരൻസിൻ്റെ എക്സ്പെക്ടേഷൻ എന്താണെന്ന് മനസ്സിലാക്കാനും അത് ട്രാക്ക് ചെയ്യാനും അത് ഡെലിവർ ചെയ്യാനും നമുക്കൊരു സിസ്റ്റം ഉണ്ട്. അതുപോലെ തന്നെ കുട്ടികളിൽ ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് വേറൊരു സിസ്റ്റം ഉണ്ട്. അപ്പം നമ്മൾ ഇതിനെ രണ്ടിനെയും അഡ്രസ്സ് ചെയ്യുന്ന ആ ഒരു പ്രൊസീജിയർ നമ്മൾ ഡെവലപ്പ് ചെയ്തപ്പോൾ, അതിനുള്ളൊരു എക്കോസിസ്റ്റം നമ്മൾ ഡെവലപ്പ് ചെയ്തപ്പോൾ നൗ ഇറ്റ്സ് ഈസി. രണ്ടിനും നമുക്ക് ഈസിലി അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം അങ്ങനെ വൺസ് അത് അഡ്രസ്സ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ ഈ കോമ്പിനേഷൻ ഒരുപാട് അഡ്വാൻറ്റേജസ് തരും. ആ അഡ്വാൻറ്റേജസിലാണ് ഇന്ന് ഇന്റർവൽ സ്കെയിൽ ചെയ്യുന്നത്. യങ്ങായിട്ടുള്ള ഒരുപാട് ഓണ്ടർപ്രണേഴ്സ് ഈ ഒരു സമയത്ത് കൂടുതലും വരുന്നുണ്ട്. അതിൽ കൂടുതൽ ആൾക്കാരുടെ ഒരു മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് വേറൊരാളുടെ കീഴിൽ പണിയെടുക്കാൻ താല്പര്യമില്ല. ആ ഒരു തോട്ട് പ്രോസസ്സിൽ ബിസിനസ്സിലേക്ക് ഇറങ്ങുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതല്ലാണ്ട് പാഷനേറ്റ് ആയിട്ട് ഇറങ്ങുന്ന ആൾക്കാരുണ്ട്. ഈ യങ് ഓണ്ടർപ്രണേഴ്സിന് കൊടുക്കാനുള്ള ഒരു അഡ്വൈസ് എന്തായിരിക്കും? നിങ്ങൾ പറഞ്ഞു വെച്ചതിന് തന്നെ ബാക്കി പത്രം എന്നുള്ളവർക്ക് പറയുകയാണെങ്കിൽ ഇതിൽ ഇന്റൻഷനും മോട്ടീവും ഭയങ്കര ഡിഫറെൻ്റ്, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എസ്പെഷ്യലി മോട്ടീവ്. അപ്പം എന്തുകൊണ്ട് ഞാനൊരു സ്റ്റാർട്ടപ്പ് ഫൗണ്ടർ ആവുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഞാനൊരു ബിസിനസ്മാൻ ആവുന്നു എന്നുള്ളതിൻ്റെ ഉത്തരമാണ് നമ്മുടെ സക്സസിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന വലിയൊരു ഫാക്ടർ. അത് എല്ലാം ശരിയായിട്ട് തുടങ്ങണം എന്ന് ഞാൻ പറയത്തില്ല. പക്ഷെ തുടങ്ങുമ്പോൾ നമുക്ക് നമ്മളെ ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഫാക്ടർ ആയിരിക്കണം എന്തിനു തുടങ്ങുന്നു എന്നുള്ളതിൻ്റെ ഉത്തരം. അപ്പം എനിക്ക് കാശുകാരനാവണം എന്ന് പറയുന്നത് ഒരു തെറ്റായ മോട്ടീവ് അല്ല. പക്ഷെ എങ്ങനെ കാശുകാരനാവണം എന്നുള്ളതിന് ഇന്റൻഷൻ വേണം. എങ്ങനെയും കാശുകാരനാവണം എന്നുള്ളത് ആവരുത് ഇന്റൻഷൻ. അല്ലെങ്കിൽ എനിക്കൊരു സ്റ്റാർട്ടപ്പ് ഫൗണ്ടർ എന്നുള്ള ഡെസിഗ്നേഷൻ വേണം. പണ്ടൊന്നും കല്യാണ മാർക്കറ്റിൽ വലിയ വിലയൊന്നും ഇല്ലായിരുന്നു. ഇപ്പൊ കല്യാണ മാർക്കറ്റിലൊക്കെ വില കൂടി വരുന്നു എന്നാണ് കേട്ടത്. എനിക്കറിയില്ല, എൻ്റെ കല്യാണം കഴിഞ്ഞു പോയതാ നേരത്തെ. അപ്പോൾ വൺസ് ഞാൻ പറഞ്ഞു എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ഡെസിഗ്നേഷൻസ്, CEO എന്നുള്ള ഡെസിഗ്നേഷൻ, സ്റ്റാർട്ടപ്പ് ഫൗണ്ടർ എന്നുള്ള ഡെസിഗ്നേഷൻസ്, ഇതിനൊക്കെ നമ്മുടെ എക്കോസിസ്റ്റം ഗ്ലോറിഫൈ ചെയ്ത് എത്തിച്ചിട്ടുള്ളൊരു പോയിന്റ് ഉണ്ട്. അപ്പൊ ആ ഗ്ലോറി അല്ലെങ്കിൽ ആ ഒരു ഐഡന്റിറ്റി ആണ് ഇവരുടെ മോട്ടീവ് എന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് എൻറ്റയർലി റോങ്. ദിസ് ഈസ് റാങ്. അത് നടക്കത്തില്ല. അങ്ങനെ ഒരിക്കലും നമുക്കൊരു ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഇന്റൻഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം ഞങ്ങളെ കേസിൽ ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന ഒരു അഡ്വാൻറ്റേജും അതാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മുടെ അവർ ഇന്റൻഷൻ വേറെ ഫുള്ളി ഓൺ ദി കസ്റ്റമേഴ്സിന്റെ അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിന്റെ പ്രോബ്ലംസ് ഐഡന്റിഫൈ ചെയ്യുക, അത് സോൾവ് ചെയ്യുക എന്നുള്ളൊരു ഇന്റൻഷനിലാണ് ഞങ്ങൾ ഒരുപാട് കാലം മുന്നോട്ട് പോയത്.
അപ്പം അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള ഫാക്ടേഴ്സ് ഒന്നും ഞങ്ങൾ അഫക്ട് ചെയ്തിരുന്നില്ല. ഇമ്പാക്ട് ക്രിയേറ്റ് ആവുന്നുണ്ടോ ഇത് മാത്രമായിരുന്നു ഞങ്ങൾ പരസ്പരം ചോദിച്ചിരുന്ന ചോദ്യം. അപ്പം അതുകൊണ്ട് തന്നെ ബിസിനസ് സസ്റ്റൈനബിൾ ആയിട്ട് ഒരു സമയം വരെ ഗ്രോ ആയി. അപ്പം ഞങ്ങൾ ബാക്കിയുള്ള കാര്യത്തിലൊന്നും, ഞങ്ങളുടെ ഒരു കോ-ഫൗണ്ടേഴ്സും ബാക്കിയുള്ള കാര്യത്തിലൊന്നും ഒബ്സസ്ഡ് ആയിരുന്നില്ല. അത് ഡെസിഗ്നേഷൻസ് ആയി കഴിഞ്ഞാലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ പ്രസൻസ് ആയി കഴിഞ്ഞാലും. ഈവൻ എൻ്റെ കോ-ഫൗണ്ടേഴ്സിൽ മെജോറിറ്റി പേരും സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് അല്ലാത്തവരാണ്. അത് ഇൻസ്റ്റാഗ്രാം ആയി കഴിഞ്ഞാലും ലിങ്ക്ഡിൻ ആയി കഴിഞ്ഞാലും ഒന്നും ആക്റ്റീവ് അല്ലാത്തവരാണ്. അപ്പം അതുകൊണ്ടാണ് പല സമയത്തും ഫൗണ്ടേഴ്സിൽ പലർക്കും എന്നെ മാത്രം അറിയുന്നതിന്റെ റീസണും ബാക്കിയുള്ളവർ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് അല്ലാത്തതുകൊണ്ട്. അപ്പൊ ആ ഗ്ലോറി ഒന്നും കണ്ടിട്ട് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാൻ എപ്പോഴും സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സിനോട് പറയുന്നത്, ബെസ്റ്റ് ഇന്റൻഷൻ എന്ന് പറയുന്നത് നമ്മുടെ മുന്നിൽ ഒരു പ്രോബ്ലം ഉണ്ടാവുക, ആ പ്രോബ്ലത്തിനൊരു സൊല്യൂഷൻ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുക, അതിനോടൊരു പാഷൻ തോന്നുക. അതാണ് ഏറ്റവും നല്ല ഇന്റൻഷൻ, അല്ലെങ്കിൽ ഏറ്റവും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്ന ഒരു ഇന്റൻഷൻ അതായിരിക്കും. അങ്ങനെ ഒരു ഇന്റൻഷൻ ഐഡന്റിഫൈ ചെയ്യാൻ നോക്കുക. ചില പ്രോബ്ലംസ് നമ്മൾ ഇഫ് വി സ്റ്റാർട്ട് ടു സെർച്ച് ഫോർ പ്രോബ്ലംസ്, നമ്മൾ ഒരുപാട് മനുഷ്യന്മാരിലേക്ക് ഇറങ്ങി ചെല്ലും, ഒരുപാട് പ്രോബ്ലംസ് നമുക്ക് ഡിസ്കസ് ചെയ്യും, അത് കോൺവെർസേഷന്റെ ഭാഗമാവും. അതിന് ഏതെങ്കിലും ഒരു പ്രോബ്ലത്തിനോട് നമുക്കൊരു ഒബ്സഷൻ തോന്നും, ഇതെന്തെങ്കിലും ഒരു പ്രോബ്ലം, ഇത് നമ്മൾ സോൾവ് ചെയ്യണ്ടേ, അത് സോൾവ് ചെയ്യാതെ എങ്ങനെ, ഇത് സോൾവ് ചെയ്യുന്നില്ലല്ലോ എന്നുള്ളത് നമ്മുടെ ഉറക്കം കെടുത്തും. അതാണ് പാഷൻ. ആ പ്രോബ്ലത്തിനോട് തോന്നുന്ന പാഷൻ എന്ന് പറയുന്നത് അതാണ്. അതിനൊരു സൊല്യൂഷൻ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ സൊല്യൂഷനോട് നമുക്ക് ഭയങ്കര സ്നേഹം തോന്നും. അതാണ് ഏറ്റവും ഓർഗാനിക് ആയിട്ടുള്ള സംഭവം. അപ്പാർട്ട് ഫ്രം ദാറ്റ് ബാക്കിയുള്ള ഇന്റൻഷൻസ് നല്ലതും ചീത്തതുമായിട്ട് ഒരുപാട് ഇന്റൻഷൻ ഉണ്ട്. ദിസ് ഈസ് ദ വൺ തിങ് വിച്ച് വർക്ക്സ് മോസ്റ്റ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പൊ യങ് ഫൗണ്ടേഴ്സിനോട് പറയാനുള്ളത് അതാണ്, ഇന്റൻഷൻ നന്നാവുക. പിന്നെ മറ്റൊരു കാര്യം ഐ വുഡ് സേ ഈസ് വാല്യൂസ് എന്താണെന്നുള്ളതിന്റെ ഡെഫിനിഷൻ ഓരോരുത്തർക്കും ഓരോന്നാണ്. പക്ഷെ മനുഷ്യനായി കഴിഞ്ഞാൽ കുറച്ച് വാല്യൂസ് വേണം. ആ വാല്യൂസ് ഉണ്ടെങ്കിൽ മാത്രമേ ബിസിനസ് പോകുള്ളൂ. നമ്മൾ ഏത് സക്സസ്ഫുൾ ബിസിനസ് എടുത്തു കഴിഞ്ഞാലും അവരുടെ അപ്സിനൊക്കെ വാല്യൂസ് കാരണമായിട്ടുണ്ട്, അതിൻ്റെയൊക്കെ ഡൗൺസിനും വാല്യൂസ് കാരണമായിട്ടുണ്ട്. അത് എക്സ്പീരിയൻസ്ഡ് ഫൗണ്ടേഴ്സിന് അറിയാം. ഞാൻ അത്ര എക്സ്പീരിയൻസ്ഡ് അല്ല, പക്ഷെ എൻ്റെ ലൈഫിൽ ഞാൻ കീപ്പ് ചെയ്യുന്ന കുറച്ച് വാല്യൂസ് ഉണ്ട്. ഈ വാല്യൂസ് എനിക്ക് തരുന്നൊരു ധൈര്യമുണ്ട്. ആ ധൈര്യം കൊണ്ടാണ് ഞാൻ ഇന്നും ഫൗണ്ടറായിട്ട് നിൽക്കുന്നത്. അല്ലാതെ എൻ്റെ ബിസിനസിൻ്റെ വലിപ്പം കണ്ടിട്ടോ അതിൻ്റെ നമ്പേഴ്സ് കണ്ടിട്ടോ അതിൻ്റെ ഗ്ലോറി കണ്ടിട്ടോ അല്ല, ആ വാല്യൂസിലുള്ള കോൺഫിഡൻസ് ആണ്. ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങുന്ന സമയത്ത് നമുക്ക് നെറ്റ്വർക്കിംഗ് ഇമ്പോർട്ടൻ്റ് ആണല്ലോ. ഇനിഷ്യലി നെറ്റ്വർക്കിംഗ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പ്രത്യേകിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നോ? ഞാൻ മനുഷ്യന്മാരോട് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ആളാണ്. ഞാൻ ഭയങ്കര ടോക്കറ്റീവ് ആണ്. എന്നെ അറിയുന്നവർക്ക് അറിയാം. എനിക്ക് കാര്യങ്ങൾ കേൾക്കാനും സംസാരിക്കാനും, പിന്നെ എത്ര നേരം വേണമെങ്കിലും സംസാരിക്കാം. എനിക്ക് ഉറക്കം പോലും പ്രശ്നമല്ല, ഞാൻ എത്ര നേരം സംസാരിച്ചിരിക്കും. ബേസിക്കലി ഞാൻ എക്സ്ട്രോവേർട്ട് അൾട്രാമാക്സ് പ്രോ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഏത് ഇവന്റിൽ പോയി കഴിഞ്ഞാലും ഞാൻ ആളുടെ വലിപ്പച്ചെറുപ്പം നോക്കാതെ എല്ലാവരോടും സംസാരിക്കാറുണ്ട്. എല്ലാവരോടും എനിക്ക് സംസാരിക്കാൻ ഇഷ്ടമാണ്. അത് ആസ് ഫൗണ്ടർ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അത് ഇന്റർവെലിന്റെ ഗ്രോത്ത് ആവട്ടെ, എൻ്റെ ഗ്രോത്ത് ആവട്ടെ. ഇപ്പൊ ഇന്റർവെലിന് ഒരുപാട് അച്ചീവ്മെന്റ്സ് കിട്ടിയിട്ടുണ്ട്. എല്ലാം ഓർഗാനിക്കാണ്. നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിയതല്ല ഇതൊന്നും. ഇപ്പൊ മിനിസ്റ്റേഴ്സ് പറയുന്നതാവട്ടെ, അത് യൂണിയൻ മിനിസ്റ്റേഴ്സ് ആവട്ടെ, സ്റ്റേറ്റ് മിനിസ്റ്റേഴ്സ് ആവട്ടെ, ഇതൊന്നും കാശ് കൊടുത്താൽ കിട്ടുന്നതല്ല. പക്ഷെ ഇതൊക്കെ എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എൻ്റെ നെറ്റ്വർക്കാണ്. അപ്പം എല്ലാവരും പറയുന്ന പോലെ ഒരു സമയം കഴിഞ്ഞപ്പോൾ എൻ്റെ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് എൻ്റെ നെറ്റ്വർക്കായി മാറിയതാണ്. അപ്പം അത് എങ്ങനെ ഉണ്ടായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് സംസാരിക്കാൻ ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ്. അപ്പം കോൺവേഴ്സേഷൻസ് എന്ന് പറയുന്നത് എപ്പോഴും വൺ സൈഡഡ് ആവരുത് എന്നുള്ളതാണ് എൻ്റെ ഒരു തമ്പ് റൂൾ. നമ്മൾ ഒരാളുമായിട്ട് സംസാരിക്കുമ്പോൾ, ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കുമ്പോൾ നിങ്ങളെടുത്തത് ഒരുപാട് കാര്യങ്ങൾ ഗെയിൻ ചെയ്ത് വീട്ടിൽ പോകാമെന്നാവരുത് എൻ്റെ ഇൻറ്റൻഷൻ. അത് നിങ്ങളെടുത്ത് ഒരുപാട് കാര്യം ഗെയിൻ ചെയ്യാം, എനിക്ക് കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ കൊടുക്കുക. അപ്പോൾ അതൊരു ഗിവ് ആൻഡ് ടേക്ക് പോളിസി ആയിരിക്കണം. അത്തരം കോൺവേഴ്സേഷൻസ് ആണ് ഒരുപാട് കാലം മുന്നോട്ട് പോകുള്ളൂ. അപ്പോൾ കോൺവെർസേഷൻസ് മുന്നോട്ട് പോകാന്ന് പറഞ്ഞാൽ റിലേഷൻഷിപ്സ് മുന്നോട്ട് പോകാന്നുള്ളതാണ്. അപ്പോൾ ആ റിലേഷൻഷിപ്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ ആ ടു ആൻഡ് ഫ്രോ ഞാൻ എപ്പോഴും ഉറപ്പ് വരുത്താറുണ്ട്. അപ്പം നെറ്റ്വർക്ക് അതിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആവും. ഒരു പരിധി കഴിഞ്ഞാൽ, ഒരു സമയം കഴിഞ്ഞാൽ പിന്നെ ബിസിനസ് സ്കെയിൽ ചെയ്യാൻ ഇതുപോലെ ഒരുപാട് ആൾക്കാർ വേണം എന്നുള്ളതാണ്. അതെനിക്ക് ഇപ്പം കേരള സ്റ്റാർട്ടപ്പ് മിഷനിലാവട്ടെ, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ പാർട്ടീസിലാവട്ടെ, ഈവൻ സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സ് കമ്മ്യൂണിറ്റിയിലാവട്ടെ, എനിക്ക് നല്ല നല്ല കണക്ഷൻസ് ഉണ്ട്. ആ കണക്ഷൻസ് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്യലുണ്ട്. ഇപ്പം ഇന്റർവെലിൻ്റെ ജേർണിയിൽ ഒരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വ്യക്തികളുണ്ട്. ഞാൻ ആരെയും പേരെടുത്ത് പറയുന്നത്, കാരണം ഒരാളെ പേരെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും പറയണം. അപ്പോൾ ആ വ്യക്തികളൊക്കെ ഇന്റർവെലിന്റെ ജേർണിയിൽ വ്യക്തമായിട്ടുള്ള റോൾ വഹിച്ചവരാണ്. അപ്പോൾ അതെല്ലാം എൻ്റെ പേഴ്സണൽ കണക്ഷൻസ് ആണ്. അത് ഞാൻ ബിൽഡ് ചെയ്തിട്ടുള്ള നെറ്റ്വർക്കാണ്. അതേപോലെ ഇപ്പം നമ്മൾ ഫണ്ടിങ്ങിന്റെ കേസ് ഇപ്പോൾ പറഞ്ഞപ്പോൾ ഈ പറഞ്ഞ മാതിരി പല ആൾക്കാർക്കും ഇപ്പോഴും അറിയത്തില്ല, മീൻസ് ബിസിനസ്സിലേക്ക് വരുന്ന പല ആൾക്കാർക്കും ഇപ്പോഴും അറിയത്തില്ല. ഒരുപാട് ഈ പറയുന്ന ഫണ്ടിങ് ആയിക്കോട്ടെ, ഇൻവെസ്റ്റ്മെന്റ്സ് ആയിക്കോട്ടെ, നമുക്ക് ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്. ഇപ്പം ഈ പറഞ്ഞ സ്റ്റാർട്ടപ്പ് മിഷൻ്റെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റിനെ ആണെങ്കിലും ബിസിനസ്സിന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഒരുപാട് ഫണ്ടിങ്ങും കാര്യങ്ങളും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ പുതിയതായിട്ട് ബിസിനസ്സിലേക്ക് വരുന്ന ആൾക്കാർ, ലൈക്ക് ഫണ്ടിങ് വേണം, അത്യാവശ്യമാണ് എന്ന് തോന്നുന്ന ആൾക്കാർക്ക് എങ്ങനെയൊക്കെ ഫണ്ടിങ് ചൂസ് ചെയ്യാം? ഗവൺമെന്റ്സ് തന്നെ ഒരുപാട് ഫണ്ട്സ് ഇപ്പോൾ കൊടുക്കുന്നുണ്ട്. ഇപ്പം കേരള സ്റ്റാർട്ടപ്പ് മിഷനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ ഐഡിയേഷൻ സ്റ്റേജിൽ തന്നെ ഐഡിയ ഗ്രാൻഡുകൾ കൊടുക്കുന്നുണ്ട്. കറക്റ്റ് എമൗണ്ട് എനിക്കറിയില്ല, 5 to 10 lakhs സംവർ ബിറ്റ്വീൻ ദാറ്റ് ആണ്
അപ്പോൾ ഐഡിയേഷൻ സ്റ്റേജിൽ തന്നെ ഒരു മിനിമം വയബിൾ പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യാൻ, അല്ലെങ്കിൽ നമുക്ക് PMFലേക്കൊക്കെ എത്താനും വേണ്ടിയിട്ട് ആ ഫണ്ട് സഹായിക്കും. അപ്പോൾ ഇനീഷ്യലി ഗ്രാൻഡ്സ് നമുക്ക് എടുക്കാം. ഗ്രാൻഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എടുക്കുകയും നമ്മളത് എടുത്തതിന്റെ റിപ്പോർട്ട് എന്താണെന്നുള്ളത് സബ്മിറ്റ് ചെയ്താൽ മതി. എമൗണ്ട് തിരിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് കേരള ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട്, സെൻട്രൽ ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട്, പിന്നെ ചില ആക്സിലറേറ്റേഴ്സും കൊടുക്കുന്നുണ്ട്. അപ്പം ഗ്രാൻഡ്സ് കിട്ടാൻ ഭയങ്കര ഈസിയാണ്. ഇനി വൺസ് ഗ്രാൻഡ്സ് കിട്ടി, അല്ലെങ്കിൽ നമ്മൾ ഇനീഷ്യൽ ആ ഒരു മിനിമം വയബിൾ പ്രൊഡക്റ്റ് സ്റ്റേജ് ഒക്കെ നമുക്ക് സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റി, നമുക്ക് സ്കെയിൽ ചെയ്യാൻ ഫണ്ട് വേണമെന്നുണ്ടെങ്കിൽ കേരള ഗവൺമെന്റിന്റെ ഒരുപാട് ഏജൻസീസ് ഇത്തരം ഫണ്ടുകൾ കൊടുക്കുന്നുണ്ട്. അത് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ കൊടുക്കുന്നുണ്ട് അപ് ടു 25 lakhs ഒക്കെ. പിന്നെ വിമൺ ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കാറ്റഗറിയിൽ വരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് വേറെ തന്നെ ഫണ്ട്സ് അവൈലബിൾ ആണ്. ജനറലി സ്കെയിലപ്പിനും വേണ്ടിയിട്ട് ഫണ്ട്സ് അവൈലബിൾ ആണ്, ലോൺസ് അവൈലബിൾ ആണ്. KSIDC ലോൺ കൊടുക്കുന്നുണ്ട്. KSIDC, കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, അവർ 1 crore ആണ് കറക്റ്റ് എനിക്കറിയില്ല, എനിവേ 1 to 3 crores ഇടയിൽ ഒരു എമൗണ്ട് അവർ സ്കെയിലപ്പിന് വേണ്ടിയിട്ട് കൊടുക്കുന്നുണ്ട്. അത് 10 yearലേക്കൊക്കെ ചെറിയ ഏറ്റവും ലോയസ്റ്റ് ഇൻട്രസ്റ്റ് റേറ്റ്, ബാങ്കിനേക്കാളും ലോയസ്റ്റ് ഇൻട്രസ്റ്റ് റേറ്റ്സിൽ കിട്ടുന്ന ഫണ്ടുകളാണ് ലോൺസ്. പിന്നെ ഇതൊക്കെയാണ് ഗവൺമെന്റ്സ് കൊടുക്കുന്നത്. അപ്പാർട്ട് ഫ്രം ദാറ്റ് കേരളത്തിൽ ഒരുപാട് ഏഞ്ചൽ നെറ്റ്വർക്കുകൾ ഉണ്ട്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഏഞ്ചൽ നെറ്റ്വർക്ക് ഗ്രൂപ്പ്സുകളുണ്ട്. മലബാർ ഏഞ്ചൽ നെറ്റ്വർക്ക് ആവട്ടെ, കേരള ഏഞ്ചൽ നെറ്റ്വർക്ക് ആവട്ടെ, പിന്നെ ഹരിസാറിന്റെ ഫിനിക്സ് ഏഞ്ചൽസ് ഉണ്ട്, പിന്നെ സ്പാർക്ക് ഏഞ്ചൽസ് ഉണ്ട്, വിനയ് ജെയിംസ് കൈനാടി സാറിന്റെ, അങ്ങനെ ഒരുപാട്, പിന്നെ ഫോർട്ട് ഏഞ്ചൽസ് ഉണ്ട് കാസർഗോഡ്, ഒരുപാട് ഏഞ്ചൽ ഗ്രൂപ്പ്സ് ഉണ്ട്. അപ്പൊ ഏഞ്ചൽ ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, അത് ദർ വിൽ ബി ലൈക്ക് നമ്പർ ഓഫ് പീപ്പിൾ. അപ്പൊ അവരെല്ലാവരും കൂടെ ചെറിയ ചെറിയ എമൗണ്ട് എടുത്തിട്ട് അതിനൊരു ഹോൾ എമൗണ്ട് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്. സോ യൂഷ്വലി ഒരു 50 lakhs to 3 crore ഒക്കെയാണ് ഇവരുടെ ടിക്കറ്റ് സൈസ്. അപ്പോൾ ആ 50 lakhs to 3 crore ആണ് നമ്മളുടെ ഫണ്ടിന്റെ ആവശ്യം എന്നുണ്ടെങ്കിൽ ഈ ഗ്രൂപ്പ്സിലേക്ക് റീച്ച് ഔട്ട് ചെയ്യാം. അപ്പൊ എങ്ങനെ റീച്ച് ഔട്ട് ചെയ്യാം എന്ന് പറഞ്ഞാൽ ദർ ആർ മൾട്ടിപ്പിൾ വേസ്. ഇതിലെല്ലാവർക്കും ഇവരുടെ പ്രിൻസിപ്പൽ പീപ്പിൾ ഉണ്ടാവും, ഇത് ഫണ്ട് ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാർ. അപ്പൊ അവരിലേക്ക് നമുക്ക് ഡയറക്റ്റ് ലിങ്ക്ഡിൻ ത്രൂ എത്താം, അല്ലെങ്കിൽ ഇവന്റ്സിൽ പോയാൽ ഇവരൊക്കെ അവൈലബിൾ ആയിരിക്കും. കേരളത്തിൽ ഏത് സ്റ്റാർട്ടപ്പ് ഇവന്റ് നടന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് അവിടെ ഉണ്ടാവാറുണ്ട്. ആ ഇവന്റ്സിൽ പോയിട്ട് ഇവരോട് നേരിട്ട് പിച്ച് ചെയ്യാം. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഇവർക്ക് എല്ലാവർക്കും വെബ്സൈറ്റ് ഉണ്ട്, ഈ വെബ്സൈറ്റിലൊക്കെ പിച്ച് ഡെക്ക് അപ്ലോഡ് ചെയ്യാനും നമുക്ക് പിച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അത് അങ്ങനെ ചെയ്യാം. അപ്പം 3 crore വരെയൊക്കെ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ അതായിരിക്കും. ഇനി 3 crore മേലേക്കാണ് ആവശ്യം എന്നുണ്ടെങ്കിൽ യു ഷുഡ് ഗോ ഫോർ VCs. കേരളത്തിൽ അങ്ങനെ പ്രൊമിനന്റ് അല്ല. ദർ ആർ ഗുഡ് VCs ഇൻ ബാംഗ്ലൂർ ആൻഡ് ഓൾ ദി tier 1, tier 2 cities. അപ്പൊ അങ്ങനെ VC ഫണ്ട്സിലേക്ക് എത്തുക എന്നുള്ളതാണ് 3 crore അപ്പുറത്തേക്കാണെന്നുണ്ട്. ഇന്റർവൽ ലേണിംഗിന്റെ ഒരു ജേർണി നോക്കുകയാണെങ്കിൽ യൂഷ്വലി ഏതൊരു ബിസിനസ്സും എത്തി നിൽക്കേണ്ട ഒരു സ്ഥലത്താണ് ആക്ച്വലി ഇപ്പോൾ ഇന്റർവൽ ലേണിംഗ് നിൽക്കുന്നത്. ഈവൻ നമ്മളുടെ നിർമ്മല സീതാറാം ആണെങ്കിലും പിണറായി വിജയൻ സാർ ആണെങ്കിലും അതേപോലെ തന്നെ ഒരുപാട് അവാർഡ്സും കാര്യങ്ങളും ഒക്കെ ഇപ്പൊ തന്നെ നിങ്ങൾ ഓൾറെഡി അച്ചീവ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പൊ തന്നെ ഓൾമോസ്റ്റ് 60 countries അല്ലേ എക്സ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിനപ്പുറത്തേക്ക് ആക്ച്വലി വാട്ട് സക്സസ് മീൻസ് ടു യു? ഇഫ് സക്സസ് ഈസ് എൻ എൻഡ് പോയിന്റ്, ഈ പറഞ്ഞതൊന്നും എനിക്ക് സക്സസ് ആയിട്ട് തോന്നിയിട്ടില്ല. അതൊരു എൻഡ് പോയിന്റ് ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇഫ് സക്സസ് ഈസ് ഈക്വൽ ടു ഹാപ്പിനെസ്, ഇതൊക്കെ ഹാപ്പിനെസ് തന്നിട്ടുണ്ട്. പക്ഷെ ഇതിലൊക്കെ ഒരു പോരാ എന്നുള്ള ഫീൽ തന്നെയാണുള്ളത്. ഇനിയും കൂടുതൽ അച്ചീവ് ചെയ്യണം, ഇനിയും കൂടുതൽ കൺട്രീസിലേക്ക് എക്സ്പാൻഡ് ചെയ്യണം, ഇനിയും കൂടുതൽ ട്യൂട്ടേഴ്സ് വേണം, ഇനിയും കൂടുതൽ സ്റ്റുഡൻസ് വേണം, ഇനിയും കൂടുതൽ റവന്യൂ വേണം. അപ്പൊ അതൊന്നും എനിക്കൊരു എൻഡ് പോയിന്റ് ആയിട്ട് തോന്നിയിട്ടില്ല, ഒരു സക്സസ് ആയിട്ട് തോന്നിയിട്ടില്ല. അപ്പോൾ ഐ വുഡ് ഡിഫൈൻ സക്സസ് ആസ് ഹാപ്പിനെസ്. ആ ഒരു മൂഡിൽ സക്സസിനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എപ്പോഴും ഹാപ്പിനെസ് ക്രിയേറ്റ് ചെയ്യുന്ന ഇമ്പാക്ട്സിൽ തന്നെയാണ്. ഇപ്പം ഞാൻ കുറച്ച് എക്സാമ്പിൾസ് പറയാം. ഞാനൊരു കല്യാണ വീട്ടിൽ പോയ സമയത്ത് ഒരു പാരന്റ് എൻ്റെ കയ്യിൽ പിടിച്ചിട്ട്, അവിടുന്ന് എന്നെ കണ്ടു, ഞാൻ ഇന്ന ആളാണെന്ന് മനസ്സിലാക്കിയപ്പോൾ എൻ്റെ കയ്യിൽ പിടിച്ചിട്ട് ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. ആ പാരന്റിന്റെ കുട്ടിയുടെ ലൈഫിൽ ഞങ്ങൾ ഇന്റർവൽ എന്ന് പറഞ്ഞ ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഇമ്പാക്ട്, സ്കൂളിലെ ടീച്ചേഴ്സൊക്കെ എഴുതി തള്ളിയിട്ടുള്ള ഒരു കുട്ടിയെ ഞങ്ങൾ അക്കാഡമിക്കലി പ്രോഗ്രസ് കൊണ്ടുവരികയും അത് മുഖാന്തരം കുട്ടിയുടെ ജീവിതം മാറുകയും ചെയ്തപ്പോൾ ആ ഒരു സ്നേഹം അവരങ്ങനെ കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ട്യൂട്ടേഴ്സ്, ഞാൻ പല സമയത്തും പുറത്തു പോകുമ്പോൾ എന്നെ കാണുമ്പോൾ മനസ്സിലാക്കിയിട്ട് റിയലൈസ് ചെയ്തിട്ട് ഇത് ഇന്നാളാണെന്ന് റിയലൈസ് ചെയ്തിട്ട് എന്നെ വന്ന് കാണുന്ന ഒരുപാട് ട്യൂട്ടേഴ്സ് ഉണ്ട്. വി ഹാവ് ട്യൂട്ടേഴ്സ് അക്രോസ് ദി സ്റ്റേറ്റ്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഞങ്ങൾക്ക് ട്യൂട്ടേഴ്സ് ഉണ്ട്. അപ്പൊ ഞാൻ ഇതേപോലെ മോൾസിലൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ പബ്ലിക് പ്ലേസസിൽ പോകുമ്പോൾ അവിടുന്ന് ഒരുപാട് വന്നിട്ട് ആ റമി സാറല്ലേ, ഞങ്ങളിങ്ങനെ ഫോട്ടോയിലൊക്കെ കണ്ടിട്ട് നേരിട്ട് കണ്ടതിൽ ഒരുപാട് സന്തോഷം. എന്നിട്ട് പിന്നെ കുറച്ച് നേരം ഞാൻ അങ്ങനെ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ കുറച്ചധികം നേരം സംസാരിക്കാറുണ്ട്. അപ്പോൾ ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞാൽ യൂഷ്വൽ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞാൽ പിന്നെ ഇവർ തുടങ്ങുന്നത് ഇന്റർവെൽ എങ്ങനെ ഇവരുടെ ജീവിതത്തിൽ ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്തു എന്നുള്ള. ഒരുപാട് പേര് ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവുന്നു. ആ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് കാരണം അവർക്ക് സെൽഫ് റെസ്പെക്ട് കിട്ടുന്നു, അവർക്ക് ഫാമിലിയിൽ കിട്ടുന്ന റെസ്പെക്ട് കൂടുന്നു. ഇതൊക്കെ ഇവരിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്ട്സ് ചെറിയ ടീയേഴ്സോട് കൂടി ഇവർ പറയുമ്പോൾ അത് ഭയങ്കര ഹാപ്പിനെസ് ആയിട്ട് തോന്നാറുണ്ട്. ഇനി അതല്ലെങ്കിൽ നമ്മുടെ ഓഫീസിലായി കഴിഞ്ഞാലും
ഇന്റർവെൽ കാരണം ജീവിതം മാറി വന്നിട്ടുള്ള ഒരുപാട് വ്യക്തികളുണ്ട്. അവരുടെ ജീവിത സാഹചര്യങ്ങളിൽ ഇന്റർവെൽ എന്ന് പറയുന്നത് ഏക കച്ചിത്തുരുമ്പായിട്ട് മാറിയിട്ടുള്ള സിറ്റുവേഷൻസ് ഒരുപാട് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അവരുടെ ലൈഫ് അവർ ഷെയർ ചെയ്യാറുണ്ട്. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട്. അപ്പൊ ഇത്തരം ഇമ്പാക്റ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്ന ഹാപ്പിനെസ്സിനെ എനിക്ക് ഒരു സമയത്തൊക്കെ സക്സസ് ആയി തോന്നിയിട്ടുണ്ട്. ഇത്രയും മനുഷ്യന്മാരുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പൊ ആ സക്സസ് ആണ് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു സക്സസ്. ബാക്കി എല്ലാ ബാഹ്യ കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ കാണുന്ന അച്ചീവ്മെന്റ്സ് ആയി കഴിഞ്ഞാൽ, നമ്പേഴ്സ് ആയി കഴിഞ്ഞാൽ, അതൊക്കെ ഒരു നെവർ എൻഡിങ് കൈൻഡ് ഓഫ് സ്റ്റഫാണ്. നമുക്കിത് ഇവിടെ ഒന്നും നിന്നാൽ പോരാന്നുള്ളത്. പക്ഷെ ഈ പറഞ്ഞ എല്ലാ ഹാപ്പിനെസ്സുകളും ഇത് മതി ശിഷ്ടകാലം ജീവിക്കാൻ എന്നുള്ള ആ ഒരു കൈൻഡ് ഓഫ് അപ്രോച്ചാണ്. അപ്പൊ അതാണ് എനിക്ക് സക്സസ്.